നമ്മളൊരു കാര്യം വേണമെന്ന് തീരുമാനിച്ചാൽ അന്ന് ചെയ്യാം, അപ്പം ചെയ്യാം. നാളെ ഞാനുണ്ടാവും നിങ്ങളുണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ വീടുകളിലെ പല അപ്പനും അമ്മയ്ക്കുമുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുക്കും, പക്ഷെ അവർ പലപ്പോഴും മേടിക്കാറില്ല. എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ എനിക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ പറ്റുക? നിങ്ങൾ മക്കൾക്ക് സമ്പാദിച്ച് FD ഇട്ട് കൊടുക്കുകയല്ല വേണ്ടത്. നിങ്ങൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യണം, അവരെ ലോകം കാണിച്ചു കൊടുക്കണം, എക്സ്പീരിയൻസ് ചെയ്യിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഏൺ ചെയ്യണതിൻ്റെ ഒരു 20% എങ്കിലും നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം. നമ്മുടെ അമ്മ നമുക്ക് കാലാകാലങ്ങളായിട്ട് ഭക്ഷണം വെച്ച് തരാറുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം അമ്മ ഇത് നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ അപ്പം തന്നെ നോ പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ 10 പേരോട് ചോദിക്കാം. നമ്മൾ സോറി പറയുമ്പോഴോ നമ്മളാണ് വലുതാവണത്. അത് പലർക്കും മനസ്സിലായിട്ടില്ല. വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ അമ്മ മോനോട് പറയും, അല്ലെങ്കിൽ അപ്പൻ അവിടെ ഇരിപ്പുണ്ടാവും, അപ്പൻ തന്നെ മോനോട് പറയും അപ്പനില്ല എന്ന് പറഞ്ഞേക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ മകനെ നുണ പറയാൻ ട്രെയിൻ ചെയ്യാണ്. ഓരോ യാത്രകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും നമ്മളുടെ എനർജി ലെവൽ കൂടും. അപ്പോൾ അടുത്തൊരു കാര്യം ചെയ്യാനായിട്ട് അത് വലിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും. അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഈക്വലന്റ് ടു സാലറിയാണ്. അതെ, സത്യം. മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സക്സസ് സ്റ്റോറി എന്നൊക്കെ പറയുമ്പം ശരിക്കും നമ്മളുടെ ഒരാളുടെ സക്സസ് ആണ് നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യാറ്. എന്നാൽ ഒരുപാട് ആളുകളുടെ സക്സസ് എന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി അതിലൊരു പ്രധാനപ്പെട്ട ഒരു വേർഡ് ഉണ്ട്, ഹാപ്പിനെസ്. അങ്ങനെ ഒരുപാട് പേരുടെ ഹാപ്പിനെസ്സിന് കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ സക്സസ് സ്റ്റോറിയുടെ ആ ഒരു സ്റ്റോറി പങ്കുവയ്ക്കാനായിട്ട് നമ്മളിവിടെ സ്വാഗതം ചെയ്യുന്നത്. മറ്റാരെയല്ല, ജോളി സാറിനെയാണ്. ജോളി സാർ നമസ്കാരം. ശരിക്കും ജോളി സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ദ വൈബ് മൂന്നാറിന്റെ ചെയർമാൻ ആണ്, ഫോഗ് റിസോർട്ട് ആൻഡ് സ്പായുടെ ചെയർമാൻ ആൻഡ് ഫൗണ്ടർ ആണ്, അതുപോലെ തന്നെ അൽ സഫീന ഗ്രൂപ്പിന്റെ ചെയർമാനും കൂടിയാണ്. അപ്പം ശരിക്കും ട്രാവലും ടൂറിസം ഒക്കെ ആയിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, കാരണം ഒരുപാട് പേരുടെ ഹാപ്പിനെസ്സിന് കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി. എങ്ങനെയാണ് ടൂറിസം എന്ന് പറയുന്ന ഒരു മേഖല? ശരിക്കും നമ്മളുടെ സന്തോഷം നമ്മളിൽ നിന്ന് തന്നെ, നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ തന്നെ കണ്ടെത്താനുള്ളതാണ്. അപ്പോൾ അതിൽ ശരിക്കും നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തരുന്ന ഏരിയ ഏതാന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് നമുക്ക് ഒരിക്കലും നമ്മുടെ സ്കൂളിങ്ങിലോ അല്ലെങ്കിൽ കോളേജിലോ കോളേജിൽ തൊട്ട് നമുക്ക് മനസ്സിലാക്കി തുടങ്ങാൻ പറ്റും നമുക്ക് സന്തോഷം തരുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ എന്ന് പറയണത് എപ്പോഴും എനിക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതെൻ്റെ ഒരു പാഷനായിട്ട് പിന്നീട് മാറി. പിന്നെ അതുപോലെ തന്നെ ഓരോ യാത്രകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും നമ്മളുടെ എനർജി ലെവൽ കൂടും. അപ്പോൾ അടുത്തൊരു കാര്യം ചെയ്യാനായിട്ട് അത് വലിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും, ഭയങ്കര റിഫ്രഷ്ഡ് ആവും. അതെ, എപ്പോഴും നമ്മൾ ട്രാവൽ എന്ന് പറയുന്നത് നമ്മൾ പഴയത് മറന്ന് പുതിയതിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആയിട്ടാണ് എപ്പോഴും നമ്മൾ അത് കാണേണ്ടത്. അപ്പം ശരിക്കും ട്രാവൽ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. ഡെഫിനറ്റ്ലി ഞാൻ സാധാരണ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ മക്കൾക്ക് സമ്പാദിച്ച് FD ഇട്ട് കൊടുക്കുകയല്ല വേണ്ടത്. നിങ്ങൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യണം, അവരെ ലോകം കാണിച്ചു കൊടുക്കണം, എക്സ്പീരിയൻസ് ചെയ്യിക്കുകയാണ് വേണ്ടത്. മനസ്സിലായി? പക്ഷെ നമ്മളുടെ ഒരു ഇന്ത്യൻ കൾച്ചർ എന്ന് പറയാം, അതിൽ കൂടുതലും കേരള കൾച്ചർ പറയുമ്പോൾ നമ്മൾ നോക്കണത് എൻ്റെ മകന് വേണ്ടി ഞാനിതുണ്ടാക്കി, എൻ്റെ മകൾക്ക് വേണ്ടി ഞാനിതുണ്ടാക്കി എന്നാണ് നമ്മൾ പറയാറ്. പക്ഷെ അതല്ല വേണ്ടത്. അവനെ ലോകം കാണിച്ചു കൊടുക്കണം. എന്താണ് ലോകം എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒതുങ്ങി നിൽക്കണതല്ല. മനസ്സിലായി? അത് എവിടെയാണെന്ന് ആ മകന് അല്ലെങ്കിൽ മകൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതാണ് ഒരു അപ്പൻ്റെയും അമ്മയുടെയും വിജയമായിട്ട് ഞാൻ കാണുന്നത്. അതായത് നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സേവിങ്സ് എന്ന് പറയുന്നത് ബാങ്കിൽ മാത്രം പോരാ, മെമ്മറീസിലും. ഡെഫിനറ്റായിട്ട് അത് കുറച്ചൊക്കെ ആളുകൾക്ക് നമ്മളുടെ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മനസ്സിലായി തുടങ്ങി. ബാങ്കിൽ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് എൻജോയ് ചെയ്ത് ജീവിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കാൻ കിട്ടുന്ന ഒരവസരവും കളയരുത്, കൂടാൻ കിട്ടുന്ന ഒരവസരവും കളയരുത്. മനസ്സിലായി? അതാണ് നമ്മളുടെ ലൈഫിൽ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. അതെ, അതിലിപ്പം എനിക്ക് തോന്നുന്നത് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇരിക്കുന്നതും സാറിൻ്റെ ഒരു റിസോർട്ട് തന്നെയാണ്. ഇവിടെ നമ്മൾ ഫോഗ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും വളരെ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്ഥലമാണ്. കാരണം ഇത് എറണാകുളത്താണ്, പക്ഷെ എന്നാലും ഒരു പ്രകൃതിയുടെ ഒരു ഫീൽ ഉണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ നമ്മളെപ്പോഴും എന്താ പറയുക ഇതുമായിട്ട് കണക്ട് ചെയ്യും. ശരിക്കും എൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ആനന്ദപുരം എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലാണ്, തൃശ്ശൂർ ജില്ലയിൽ. എല്ലാവരും കൃഷിക്കാർ മാത്രം ഉണ്ടായിരുന്ന, കൃഷി കൊണ്ട് മാത്രം ജീവിതം നടത്തിക്കൊണ്ടു പോയിരുന്ന ഒരു പറ്റം ആളുകളുള്ള ഒരു സ്ഥലമാണത്. പക്ഷേ പിന്നീട് കാലങ്ങൾ മാറിയപ്പോൾ
അവിടുത്തെ ഗൾഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായി. പിന്നെ യൂറോപ്പിൻ്റെയും ഓസ്ട്രേലിയയുടെയും US-ൻ്റെയും ഒക്കെ ഇമ്പാക്റ്റ് ഉണ്ടായി, കാര്യങ്ങൾ മാറി. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ ആ ഒരു കൃഷിക്കാരനാണ് ഇന്നും ഉള്ളത്. അപ്പോൾ കൃഷി അല്ലെങ്കിൽ ഒരു പച്ചപ്പ് എന്ന് പറയണത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞൊരു കാര്യമാണ്. എപ്പോഴും ആളുകൾ പറയും, ഇതൊരു ആ വാക്ക് തന്നെ പറഞ്ഞ് ആളുകൾ മടുത്തു, നൊസ്റ്റാൾജിയ എന്ന്. പക്ഷേ നൊസ്റ്റാൾജിയ എന്നുള്ളതല്ല, പക്ഷേ അതിനെ വേറൊരു വാക്ക് നമുക്ക് പറയാനില്ല. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്താണ് ഈ പോണത്. അപ്പോൾ നമ്മൾ എവിടെ എന്ത് കാര്യത്തിൽ പോയാലും, ഇപ്പോൾ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോയാലും, മുൻകാലങ്ങളിൽ ഇൻ ബിറ്റ്വീൻ ഒരു 2000-2005 ആ സമയത്തൊക്കെ എല്ലാവരും നോക്കിയിരുന്നത് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ബിൽഡിങ്, മനസ്സിലായോ, വലിയൊരു റൂം. അത് മാത്രമല്ല ഹോട്ടൽ, അത് വേണം, അതതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു റൂം ബുക്ക് ചെയ്ത് ഒരു റിസോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എത്ര സമയം റൂമിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്? രാത്രി കിടന്നുറങ്ങുന്നുണ്ടാവും ചിലപ്പോൾ, അതുകൂടാതെ ചിലപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് കയറുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ബാക്കി സമയം പുറത്താണ്. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് അവിടെയുള്ള കാര്യങ്ങളും അതുപോലെ നമ്മളുടേതായിട്ടുള്ള നാച്ചുറലായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ വരദാനമായിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്, നല്ല കാര്യങ്ങൾ. അതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടുള്ള ആളുകൾ പറയുന്നതാണ് നമ്മുടെ ഒരു പരസ്യവാചകം, ഗോഡ്സ് ഓൺ കൺട്രി. ശരിക്കും ദൈവത്തിന്റെ സ്വന്തം നാടായിട്ട് തന്നെ അത് നമുക്ക് പല രാജ്യങ്ങളിലും നമ്മൾ ട്രാവൽ ചെയ്യും. ഞാൻ ഓൾമോസ്റ്റ് ഒരു 90ഓളം രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ പല രാജ്യങ്ങളിലും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അവർ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കാനായിട്ട് നാച്ചുറലായിട്ട് ഇല്ല അവർക്ക്. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ദുബായിൽ ആർട്ടിഫിഷ്യലായിട്ട് ഗാർഡൻ ഉണ്ടാക്കുന്നു, ആർട്ടിഫിഷ്യലായിട്ട് മഴ പെയ്യിക്കുന്നു, അല്ലെങ്കിൽ ബീച്ച് ഉണ്ടാക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാലങ്ങളും കൊല്ലങ്ങളുമായിട്ട് നമുക്കുള്ള സാധനങ്ങളാണ്. പക്ഷേ അത് ഒരു എന്താ പറയുക, ഒരു ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ അതൊരു റവന്യൂ മോഡലായിട്ടോ കൺവേർട്ട് ചെയ്യാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. സത്യമായിട്ട് ഇപ്പോഴും നമ്മളുടെ കൊച്ചുമക്കൾ, ഇപ്പോൾ നമ്മുടെ കോളേജിലൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു ട്രെൻഡാണ് എല്ലാവരും പുറത്തു പോയി പഠിക്കുക എന്നുള്ളത്, മനസ്സിലായി. അപ്പോൾ അതിനൊക്കെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമുക്ക് തോന്നുകയാണ് നമ്മളിവിടെ ഇരിക്കുമ്പോൾ അതാണ് നല്ലതെന്ന്. പക്ഷേ ഞാൻ ആ രാജ്യങ്ങളിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഉള്ള ആളുകൾ, ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത ആളുകൾ, അവരുടെയൊക്കെ അവിടുത്തെ ജീവിതങ്ങൾ കണ്ടു കഴിഞ്ഞാലേ നമ്മളിവിടെ സ്വർഗത്തിലാണ്. മനസ്സിലായി, അത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് പറയണതാണ് നമ്മളിവിടെ സ്വർഗത്തിലാണ്. അത് അവർക്കും അറിയാം. അതുകൊണ്ടാണ് അവർ ഓരോ വെക്കേഷന് വരുമ്പോഴും അവര് കരഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. അവർക്കൊരു ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു അതുവരെ ഇല്ലാത്തൊരു കൂടുതൽ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ കിട്ടുന്ന ഒരു ഫ്രീഡം, മനസ്സിലായ, അത് ഒരു സ്ഥലത്തും ഇല്ല. ഏത് സ്ഥലത്തേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അവിടെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ടാണ് നമ്മളുടെ ആളുകളെല്ലാം ജീവിക്കുന്നത്. ആരെന്ത് പറഞ്ഞാലും അതിൽ ചിലപ്പോൾ ഒരു 1%-2% ആളുകൾ ജീവിക്കുന്നുണ്ടാവാം ഒരു ഹൈ ക്ലാസ് ആയിട്ട്. പക്ഷെ ആ ഹൈ ക്ലാസ്സുകാരന് പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഫീലാണ്, മനസ്സിലായ, ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ വന്നതാണ്. പണ്ട് നമ്മൾ പറയാറുണ്ട് വരത്തൻ എന്നൊക്കെ, അത് ആ ഫീല് എപ്പോഴും ഉണ്ടാവും. നമ്മുടെ കേരളത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ 90ഓളം രാജ്യങ്ങൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കേരളത്തിനോട് ഈക്വലായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കേരളത്തിനെ പോലെ അട്രാക്ട് ചെയ്ത, ഈക്വൽ ഞാൻ കമ്പാരിസൺ ചെയ്യുന്നില്ല, അട്രാക്ട് ചെയ്ത സ്ഥലം ഏതായിരിക്കും? അല്ല, അതിൽ രണ്ട് രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. കേരളത്തിനെ പോലെ തന്നെ ക്ലൈമറ്റും കേരളത്തെ പോലെ തന്നെ ഇരിക്കുന്ന കുറേ രാജ്യങ്ങളുണ്ട്. അവർ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സാണ്. ഫോർ എക്സാമ്പിൾ ശ്രീലങ്ക, തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇതേ ക്ലൈമറ്റാണ്. മനസ്സിലായോ? അപ്പോൾ ഇതേ ക്ലൈമറ്റും കൂടാതെ അവർ കുറച്ചുകൂടി ക്ലീൻലിനെസ്സിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പിന്നെ അവിടുത്തെ ആളുകളൊക്കെ വരുന്ന ആളുകളെ റെസ്പെക്റ്റ് ചെയ്യാൻ അറിയുന്നവരാണ്. ടൂറിസം അവരുടെ ഒരു മെയിൻ ഇൻകമായിട്ട്. ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഈ മലേഷ്യ ആയാലും തായ്ലൻഡ് ആയിരുന്നാലും ഇന്തോനേഷ്യ ആയിരുന്നാലും ഈവൻ ശ്രീലങ്ക പോലും ടൂറിസം അവരുടെ ഏറ്റവും വലിയൊരു റവന്യൂ മോഡലാണ്. മനസ്സിലായോ? ഇപ്പോഴും നമുക്കുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചില കാര്യങ്ങളിൽ പഴയ ഒരു സ്റ്റൈലിലാണ് ഇപ്പോഴും പോണത്. പണ്ട് കാലത്ത് ആളുകൾ ധരിച്ചിരുന്നു ഒരു റിസോർട്ടുള്ള ആൾ, അവൻ റിസോർട്ട് മുതലാളി. ഒരു ഗസ്റ്റ് കേരളത്തിൽ വന്ന് ആ റിസോർട്ടിലേക്ക് വന്നാൽ അവന് മാത്രമേ പൈസ കിട്ടുന്നുള്ളൂ എന്നാണ് ആളുകളുടെ ഒരു ധാരണ. പക്ഷേ ഈ കൊറോണ സമയത്ത് ഒരു കാര്യം പഠിപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊച്ചിയിൽ എയർപോർട്ടിൽ ഇറങ്ങുന്ന ഒരാൾ മൂന്നാറിൽ വന്ന് സ്റ്റേ ചെയ്യാണ്. ഈ പോകുന്ന വഴിക്കുള്ള റെസ്റ്റോറൻറ്റ് തൊട്ട് കോഫി ഷോപ്പ് തൊട്ട് മറ്റേ പെട്രോൾ പമ്പ് തൊട്ട് എല്ലാവരെയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവൻ പോണത്.
അപ്പോൾ ഇവർക്കൊക്കെ ബിസിനസ് കിട്ടുമായിരുന്നു. അതെ അവിടെ ആൾ വരാതാകുകയും കൊച്ചി എയർപോർട്ടിൽ ആൾ വന്നാൽ അങ്ങോട്ട് എത്താതാകുകയും ചെയ്തപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് അവിടെ വരെയുള്ള ആളുകളുടെ ജീവിതം വഴിമുട്ടി. അതെ അപ്പോഴാണ് മനസ്സിലായത് പൈസ വന്നാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കുമാണ് കിട്ടണത്. കിട്ടുന്നത്. അതിൽ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞങ്ങൾ ഇപ്പോൾ വൈബ് റിസോർട്ടിൽ അതൊരു വെഡിങ് ഡെസ്റ്റിനേഷനായിട്ട് മാറ്റാനുള്ള ഒരു വലിയൊരു ചലഞ്ച് ഏറ്റെടുത്ത് മുന്നോട്ട് പോവാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മൗണ്ടൻ വെഡിങ് ഡെസ്റ്റിനേഷനായിട്ട്. അപ്പോൾ 1-2 ബിഗ് വെഡിങ്സ് നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ ഒരു ബിഗ് വെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 3 to 5 days ആണത്. ഒരു 3 to 5 crores ആണ് സ്പെൻഡ്. ഒരു മാരേജ് നടത്തുന്ന ആളുടെ കേരളത്തിലെ സ്പെൻഡാണ് 3 to 5 crores അതെ എന്ന് പറഞ്ഞാൽ അയാൾ കൊച്ചിൻ എയർപോർട്ടിൽ ഇറങ്ങി ട്രാൻസ്പോർട്ടേഷൻ, അവിടെ റെസ്റ്റോറൻറ്റുകളിൽ കയറണത്, ഇപ്പോൾ ജീപ്പ് സഫാരി, അതിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ, സ്പൈസസ്, ഇതെല്ലാം കഴിച്ച് റിസോർട്ടിന് ചിലപ്പോൾ കിട്ടുന്നത് 1 കോടി രൂപയുടെ ബിസിനസ്സാണ് റിസോർട്ടിന് കിട്ടുന്നത്. ബാക്കി പൈസ കേരളത്തിൽ സ്പെൻഡ് ആവുകയാണ്. മനസ്സിലായ? അതിപ്പം നമ്മളുടെ എന്താ പറയുക, പലപ്പോഴും നമുക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിസിനസ് നടത്തുന്നവൻ അവൻ കക്കാൻ വേണ്ടിയിട്ട് മാത്രം ബിസിനസ് നടത്തണേ എന്ന് തലയ്ക്കകത്ത് കയറ്റി വെച്ചിട്ട് വരുന്ന ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശാപം. ഈ ബിസിനസ്സുകാരൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു വെഡിങ്ങിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഗുജറാത്തിലുള്ള ഒരാൾ ബോംബെയിലുള്ള ഒരു ട്രാവൽ ഏജൻറ്റ് വഴി അയാൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹിയിൽ ഒരു ബിഗ് വെഡിങ്ങിന് വേണ്ടിയിട്ടാണ് അയാളെ കോൺടാക്ട് ചെയ്യണത്. ആ സമയത്താണ് ഈ ട്രാവൽ ഏജൻറ്റ് വഴി നമുക്ക് കണക്ഷൻ ഉള്ളതുകൊണ്ട് അയാൾ നമ്മളായിട്ട് സംസാരിച്ച് ആ വെഡിങ് മൂന്നാറിലേക്ക് മാറ്റി. മനസ്സിലായ? അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഡൽഹിയിലോ നടക്കേണ്ടതായിരുന്ന ഒരു വെഡിങ് ഇവിടേക്ക് മാറ്റിയത് നമ്മളുടെ ഒക്കെ ഒരു ടോട്ടൽ എഫേർട്ട് കൊണ്ടാണ്. മനസ്സിലായ? പക്ഷെ അത്ര എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ആളെ കൊണ്ടുവന്ന് ഇത്രയും ആളുകൾക്ക് 3 ദിവസം കൊണ്ട് 3 കോടി രൂപ വീതം വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള പണിയല്ലല്ലോ. മനസ്സിലായ? അപ്പോൾ ആ എഫേർട്ട് എടുത്തവരെ ഐദർ എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ. അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. തീർച്ചയായിട്ടും. കാരണം ഇതില് ഈ പറയുന്നത് പോലെ ഒരു അവയർനെസിന്റെ ഒരു കുറവുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഹോട്ടൽ മുതലാളി എന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമാണ് കിട്ടുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. ഇപ്പൊ വേണ്ട, നമ്മൾ എടുക്കുന്ന റോ മെറ്റീരിയൽസ് എടുക്കുന്ന ആളുകളുണ്ട്, അവർക്ക് പോലും എത്ര പേർക്ക് ജോലി. അതുപോലെ അതാണ് അത് വേറൊരു പോയിന്റ്. നമ്മളെപ്പോഴും കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ലൈഫ് ഒരു മിനിമം സ്പാനിലാണ്. ചിലപ്പോൾ 70 വയസ്സുണ്ടാവാം, 80 വയസ്സുണ്ടാവാം, ചിലപ്പോൾ 50 വയസ്സിലും ആളുകൾ മരിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ജീവിതം കൊണ്ട് ഇത്ര കാലം കൊണ്ട് നമുക്ക് ആരെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റി, ആരെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ആൾ ബെഗർ വന്നു അയാൾക്ക് 10 രൂപ കൊടുത്തു അല്ലെങ്കിൽ 50 രൂപ കൊടുത്തത് ഒരു ഹെൽപ്പല്ല. മനസ്സിലായ? ഒരാളുടെ ലൈഫ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതാണ് അതിൻ്റെ പോയിന്റ്. അങ്ങനെ നോക്കുമ്പോഴൊക്കെ നമ്മൾ വളരെ ഭാഗ്യവാന്മാരാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, അവരെ അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ കുടുംബത്തെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ശരിക്കും പറയും, ചിലർ പറയും എനിക്ക് ഇപ്പോൾ കൊറോണ സമയത്തായിരുന്നപ്പോൾ പോലും ഇപ്പോഴായിരുന്നാൽ പോലും എൻ്റെ സ്ഥാപനങ്ങളിലെ സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മിനിമം 1.5 crore മന്ത്ലി വേണം. അപ്പോൾ ചോദിക്കും ഇവന് എവിടെ നിന്ന് ഇത്രയും പൈസ ഉണ്ടാവണത്? ഇത് ചിലപ്പോൾ ബിസിനസ് ഉണ്ടാക്കി അതിൽ നിന്ന് ഏൺ ചെയ്ത് ഇത് കൊടുക്കണം. പലപ്പോഴും അത് ഏൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കയ്യിൽ നിന്നുണ്ടാക്കി കൊടുക്കണം. മനസ്സിലായി? ഇതിപ്പോൾ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ആരും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. നഷ്ടത്തെ കുറിച്ചിട്ട് ആരും ഡിസ്കസ് ചെയ്യാറില്ല. അവൻ്റെ പെയിൻ, അവൻ്റെ സഫറിങ്സ്, അതിനെക്കുറിച്ച് ആർക്കും ചോദിക്കാനില്ല. അപ്പോൾ ചോദിക്കും എന്നാ എന്തിനാ നിങ്ങൾ തുടങ്ങാൻ പോയെന്ന്. അല്ല, അടുത്ത ചോദ്യം നമുക്ക് ചോദ്യങ്ങൾ നിരന്നുണ്ടല്ലോ. മനസ്സിലായ? എന്തിനാ നിങ്ങൾ ഇത്ര പാട് കഴിക്കണേ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരിപാടി നോക്കിക്കൂടായിരുന്നു? അത് ചോദിക്കും. പക്ഷെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതിനൊരു നിമിത്തമുണ്ട്. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ നിമിത്തം ഇത്രയും ആളുകളെ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞതായിരിക്കാം നമ്മളുടെ നിമിത്തം. അതായിരിക്കും നാളുകളിൽ ഇപ്പോൾ എന്താ പറയുക, ഏതോ ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിരുന്നു, ആരോടോ ചോദിച്ചു, എന്താ പറയുക, നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഓർക്കപ്പെടണം എന്നാണ് ആഗ്രഹിക്കണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതിന് ചെറിയൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. എൻ്റെ മദർ കഴിഞ്ഞ മാർച്ച് 31 മരിച്ചത്. എന്നെ ഇത്ര പ്രായത്തോളം നോക്കി വളർത്തി ഈ അമ്മയാണ്. ഒരാഴ്ച 1 മാസം ഡെയിലി അമ്മ മരിച്ചതിന് ശേഷം പള്ളിയിൽ പോകുമായിരുന്നു, മറ്റേ സിംതേരിയിൽ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞു, പിന്നെ മാസത്തിൽ 2, 3, 4 പ്രാവശ്യമായി, പിന്നെ 2 പ്രാവശ്യമായി, പിന്നെ 1 പ്രാവശ്യമായി.
ഇത് ഇത്രയും വർഷം എന്നെ വളർത്തിയ അമ്മയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ പറയേണ്ട, നമ്മൾ പിന്നെ എല്ലാവരും നമ്മളെ ഓർക്കണമെന്ന് പറയണതിൽ എന്താ അർത്ഥമുള്ളത്? അതെ അതെ ഒരർത്ഥമില്ല. മനസ്സിലായോ? പക്ഷേ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അതെ, അതും വളരെ ഹാപ്പി അതെ, ആയിട്ട് അതിന് എന്ത് റിസൾട്ട് കിട്ടി എന്നുകൂടി നോക്കാതിരിക്കുക. നോക്കാതിരിക്കാതെ. അതെ, മറന്നു കളയുക. നിങ്ങൾ ഒരു കാര്യം ചെയ്തു, അത് വിട്ട് കളയുക. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞങ്ങൾ വൈബ് റിസോർട്ട് പണി നടന്ന് അത് ഓപ്പണിങ്ങിൻ്റെ സ്റ്റേജ് ആയ സമയത്ത് ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പയ്യൻ, ഒരു 22-24 വയസ്സുള്ള ഒരു പയ്യൻ, ഒരു സഞ്ചി, തോൾ സഞ്ചി, ഒരു കീറിയൊരു ജുബ്ബ ഇട്ടിട്ട് വന്നു. അപ്പോൾ എൻ്റെ വീട് പണി കഴിഞ്ഞിട്ട് മതിലൊക്കെ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട്, സാറേ ഞാൻ ആ വൈറ്റ് മതിലിൽ കുറച്ച് പെയിൻറ്റിങ്സ് ചെയ്തു തരാം, സാർ എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മളൊരാൾ ഇങ്ങനെ നമ്മളോട് അടുത്ത് വന്ന് പറയുമ്പോൾ ഓക്കെ നമുക്ക് ആ പരിപാടി ആവശ്യമില്ല, എന്തെങ്കിലും ഒരു 10 രൂപ 50 രൂപ കൊടുത്തിട്ട് അവനോട് ഒഴിവാക്കി വിടും. ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ ഇത് ചോദിച്ചപ്പോൾ, തൃപ്പൂണിത്തുറ ആർട്സ് കോളേജിൽ ഫസ്റ്റ് റാങ്കിൽ ഇത് പാസ്സായവനാണ്, ഗ്രാജുവേഷൻ കഴിഞ്ഞവനാണ്, പക്ഷേ ജോലിയൊന്നും കിട്ടാൻ, ഇപ്പോൾ നമുക്കറിയാലോ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും നമ്മളെ പുഷ് ചെയ്യാൻ വേണം, അല്ലാതെ വെറുതെ ഒരു ജോലി കിട്ടൽ ഈസിയല്ല, ഒന്നുമില്ല, ജീവിക്കണം. അപ്പോൾ ആളിങ്ങനെ നടക്കുക, കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നിടത്ത് കയറി ചോദിക്കുക. അപ്പോൾ ചിലർ പറയും മ്യൂറൽ പെയിൻറ്റിങ് പോലെയുള്ള പെയിൻറ്റിങ്സ് ചെയ്തിട്ട് എന്തെങ്കിലും കൊടുക്കും, അത് ചെയ്യും. അപ്പോൾ ഞങ്ങൾ അവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോ റൂമിലും 3-4 പെയിൻറ്റിങ്സ് വേണം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 400 പെയിൻറ്റിങ്സ് നമുക്ക് ആ റിസോർട്ടിലേക്ക് വേണം. അപ്പോൾ തന്നെ ഞാൻ അവിടെ GM-നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പെയിൻറ്റ് ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ട്, അപ്പോൾ അവനൊന്ന് നമുക്ക് വേണ്ട ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സ് അവനെ കൊണ്ട് ചെയ്യിച്ചു നോക്ക്, ഓക്കെ ആണെങ്കിൽ ആ വർക്ക് അവനെ കൊണ്ട് ചെയ്യിക്ക്. അവൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, സാധനങ്ങളും പെയിൻറ്റും ബ്രഷും നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം, അവൻ്റെ കയ്യിലുള്ളത് ആകെ ടാലൻറ്റ് മാത്രമാണ്. മനസ്സിലായോ? അപ്പോൾ ഭാഗ്യത്തിന് ആ പയ്യന് അത് ചെയ്യാൻ പറ്റി. 400ഓളം പെയിൻറ്റിങ് ചെയ്തു. ഞങ്ങൾ ശരിക്കും ആ 400 പെയിൻറ്റിങ് പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ ഒരു 50 ലക്ഷം രൂപ നമുക്ക് ചിലവ് വരും. പക്ഷേ ഇതൊരു 10-15 ലക്ഷം രൂപയ്ക്ക് ഇത് നടന്നു. അവനൊരു 10 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ 25 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ കാര്യം നടന്നു. പക്ഷേ അതിലുണ്ടായ ഒരു ചേഞ്ച് എന്ന് പറയണത്, ആ പയ്യൻ്റെ ലൈഫ് അപ്ഗ്രേഡഡായി. അവന് അതിന് ശേഷം ഇപ്പം കേരളത്തിൽ തുടങ്ങണ എല്ലാ റിസോർട്ടിലെയും പെയിൻറ്റിങ് അവനാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ വേറൊരു കാര്യം, ഇതിന് ശേഷം ഞാൻ വേറെ ആളുകളും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാനൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൊരു പോസ്റ്റ് എഴുതി, ഇങ്ങനെ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലാതെ വരുന്നവനൊരു 10 രൂപ കൊടുത്തോ 50 രൂപ കൊടുത്തോ പറഞ്ഞു വിടുക അല്ല ചെയ്യേണ്ടത്, അവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യണ സമയത്ത് ഞാൻ അവനെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്, നിൻ്റെ പേരോ ഇത് വെക്കണോണ്ട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? സാർ എൻ്റെ പേര് വെക്കരുത്, ഇപ്പം എൻ്റെ അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് മോശമാണ്. ഞാൻ അവൻ്റെ പേര് വെച്ചില്ല, അങ്ങനെ തന്നെ ഒരു പോസ്റ്റ് എഴുതിയിട്ടു. അപ്പോൾ ആളുകൾ എന്ത് അതിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കണ്ട, നമ്മളുടെ കടമയായിരുന്നു അത്. അവൻ ആ സമയത്ത് എൻ്റെ വീട്ടിൽ വരിക എന്നുള്ളതും, ഞാൻ അവിടെ ഉണ്ടാവാറില്ല സാധാരണ, അന്ന് ഉണ്ടായിരുന്നു, കണ്ടു, സംസാരിച്ചു, ഈ കാര്യം അവന് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് അവൻ്റെ ഒരു നിമിത്തം ആ സമയത്ത് വരിക എന്നുള്ളത് എൻ്റെ ഒരു നിമിത്തമായിരുന്നു, എന്താ പറയുക, ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവനെ എത്തിക്കുക എന്നുള്ളത്. ഇപ്പം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അയാൾക്ക് കാലാകാലം ഇത് മറക്കാൻ പറ്റില്ലല്ലോ. പുറത്ത് കാണിക്കാം ഞാൻ തന്നെയാണ് ഞാനാണ് ഇത് ചെയ്തത് പക്ഷേ എങ്ങനെ ഇതിലേക്ക് എത്തി എന്നുള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ അവനോട് ചോദിക്കുമ്പോൾ അവന് ഉത്തരം ഉണ്ടല്ലോ. അതാണ് അതിലെ ആ സന്തോഷം തരുന്ന നിമിഷങ്ങൾ. എനിക്ക് തോന്നുന്നു ഒരുപാട്, കാരണം ഈ ഒരു ഫീൽഡിലാകുമ്പോൾ ഒരുപാട് ആളുകളെ കാണും നമ്മൾ. ട്രാവൽ ചെയ്യുന്ന ആളുകൾ ഇങ്ങോട്ട് വരുമ്പോഴും ഒക്കെ ഒരുപാട് ആളുകളെ കാണും. അങ്ങനെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ആരെങ്കിലും ഒരു വ്യക്തിത്വങ്ങളോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ ഒരു സാഹചര്യമോ? അല്ല, ഇതിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിൽ കൂടെ നമ്മളുടെ കണ്ണിൽ കൂടെ പല രീതിയിലുള്ള ആളുകളാണ് നമ്മളുടെ ഇതിൽ കടന്നു പോവുക. അപ്പോൾ അതിലൊരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ സിംഗപ്പൂർ ഒരു പ്രാവശ്യം പോയ സമയത്ത് അവിടെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഒരു കാറ് വന്നു. അപ്പോൾ കാറ് വന്നു, അതിൽ കയറി ഇരുന്നു. അത് കഴിഞ്ഞ് ആ റിസോർട്ടിൽ താമസിക്കുന്ന റിസോർട്ടിലേക്ക് എത്താറായി. അപ്പോൾ ഇയാളോട് ഞാൻ ചോദിക്കണേന് മാത്രമാണ് അയാൾ ഉത്തരം പറയണുള്ളൂ, അല്ലാതെ വേറെ സംസാരങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നീട് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ചോദിച്ചു തുടങ്ങിയപ്പോൾ അയാളുടെ വലിയൊരു കൺസേൺ അയാൾ പറഞ്ഞു, ലോകത്തിലുള്ള പല രാജ്യക്കാരെയും അയാൾ എയർപോർട്ടിൽ നിന്ന് എടുത്ത് ഹോട്ടലിലേക്ക് കൊണ്ടാക്കാറുണ്ട്, അതാണത്. താങ്ക്സ് പറയാത്ത ആളുകൾ ഇന്ത്യക്കാരാണ് എന്നാണ് ആളത്. അതുകൊണ്ടാണ് ആൾ ആരോടും സംസാരിക്കാത്തത്.
ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ പിന്നീട് നമ്മൾ റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ അമ്മ നമുക്ക് കാലാകാലങ്ങളായിട്ട് ഭക്ഷണം വെച്ച് തരാറുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം അമ്മ ഇത് നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. താങ്ക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ യൂറോപ്യൻസോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രക്കാരൊക്കെ നന്നായില്ലെങ്കിലും ഉപ്പോണ്ട് വായിൽ വയ്ക്കാൻ പറ്റില്ല, എന്നാലും വാവ് എന്നും പറഞ്ഞ് എഫേർട്ടിന് അവർ നന്ദി പറയും, അപ്രീഷിയേറ്റ് ചെയ്യും. മനസ്സിലായി? അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂളിംഗ് ലെവൽ തൊട്ട് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമാണ്. എന്ത് കാര്യത്തിനായിരുന്നാലും ഇപ്പോൾ നിങ്ങൾക്കൊരു കസേര എടുത്ത് തന്നു, നിങ്ങൾ താങ്ക്സ് പറഞ്ഞേ പറ്റുള്ളൂ. മനസ്സിലായി? നിങ്ങളുടെ മൊബൈൽ എടുത്ത് നിങ്ങൾക്ക് കയ്യിൽ തന്നു, നിങ്ങൾക്ക് ഒരു ടിഷ്യൂ പേപ്പർ തന്നു, മനസ്സിലായി? ഒരാൾ കാറിൻ്റെ ഡോറ് തുറന്ന് തന്നു, അല്ലെങ്കിൽ കാറിൽ നിന്ന് നിങ്ങൾ ഇറങ്ങണു, അയാൾ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് സേഫായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയതാണ്, താങ്ക്സ് പറയണോ? പറയണം. അത് മൈൻഡ് ചെയ്യാറില്ല നമ്മൾ ഡോറടച്ച് പോവുള്ളൂ. അപ്പോൾ ഈ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ആരാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നു നമ്മൾ ഭയങ്കരന്മാരാണ്, നമ്മളുടെ എന്തൊക്കെ മാറ്റങ്ങൾ വേണം, ആവശ്യമുണ്ട്, അത് ചെയ്യും വേണം. ഫ്രണ്ട്സ്, ഇതിലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടുവിട്ടിട്ട് കാര്യമില്ല, കേൾക്കുകയും അത് നമ്മൾ ചെയ്യുകയും വേണം. അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു മനുഷ്യനായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഈ ട്രാവൽ ചെയ്യണമെന്ന് പറയുന്നത്. മനസ്സിലായി? ഇപ്പോൾ ജപ്പാനിൽ പോയപ്പോൾ ജപ്പാനിൽ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കണ ഒരു 2 പേര് നിൽക്കണമെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാനോടത്ത് വണ്ടി നിർത്തി കൊടുത്താൽ അവരപ്പം തന്നെ കുനിഞ്ഞ് താങ്ക്സ് പറഞ്ഞിട്ടാണ് പോണത്. മനസ്സിലായ? അപ്പോൾ നാളെ ഈ വണ്ടി ഓടിക്കണവനും വീണ്ടും നിർത്തി കൊടുക്കാൻ തോന്നും. മനസ്സിലായ? അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് പലപ്പോഴും പറയും നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഏറ്റവും ബെസ്റ്റാണ്, നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. പക്ഷേ കുറേ വാല്യൂസ് നമ്മൾ പഠിപ്പിക്കണം. അല്ലാതെ നമ്മൾ വീട്ടിൽ മക്കൾ ഇങ്ങനെ ചെയ്യണില്ല, അങ്ങനെ ചെയ്യണില്ല, ഞാൻ വരുമ്പോൾ എനിക്കണില്ല, ഞാനൊക്കെ എൻ്റെ അപ്പം വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ ചാടി എനിക്കുമായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു പഠിപ്പിക്കേണ്ട വാല്യൂസാണ്. മനസ്സിലായി? അത് ഇല്ലാതെ എൻ്റെ മകൻ അങ്ങനെ ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പഠിപ്പിച്ചിട്ടുള്ളേ? നിങ്ങൾ ഒരാളോട് താങ്ക്സ് പറയാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ പലപ്പോഴും പറയും, വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ അമ്മ മോനോട് പറയും, അല്ലെങ്കിൽ അപ്പൻ അവിടെ ഇരിപ്പുണ്ടാവും, അപ്പൻ തന്നെ മോനോട് പറയും അപ്പനില്ല എന്ന് പറഞ്ഞേക്ക് പറയാറില്ല. സാധാരണ പല വീടുകളിലും നടക്കുന്ന സംഭവമാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് വെച്ചാൽ നിങ്ങളുടെ മകനെ നുണ പറയാൻ ട്രെയിൻ ചെയ്യാണ്. മനസ്സിലായ? അപ്പനില്ല എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പൻ ഇവിടെ ഇരിക്കുന്നു, അവനവിടെ ഉണ്ട്, അവിടെ പുറത്ത് നിൽക്കുന്ന ആളോട് അപ്പൻ ഇവിടെ ഇല്ല എന്നാണ് പറയാൻ പഠിപ്പിക്കുന്നത്. പിന്നെ നാളെ നീ നുണ പറയരുത് എന്ന് ഈ അപ്പന് മകനോട് പറയാൻ അവകാശമുണ്ടോ? ഇല്ല. അത് വളർന്നു വരുന്ന സമയത്ത് അത് പഠിച്ചു. അവൻ ചെറുപ്പത്തിൽ പഠിച്ചു. ഇത് വരികയാണെങ്കിൽ അപ്പനില്ല എന്ന് പറയണം, അല്ലെങ്കിൽ അമ്മയില്ല എന്ന് പറഞ്ഞേക്ക്, ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞേക്ക്, ഡോർ അടച്ചിട്ടേക്ക്. മനസ്സിലായി? എന്തുകൊണ്ട് അപ്പൻ ഓക്കെ അപ്പൻ ഇവിടെയുണ്ട്, അപ്പൻ പോയി പറയണം അയാളോട്, എന്ത് കാര്യമായിരുന്നാലും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയും നോ പറയാൻ പഠിക്കണം. നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് നോ പറയാൻ അറിയാത്തതാണ്. എങ്ങനെ പറയണം? അതാണ് പ്രശ്നം. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു നോ പറയാതിരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്നോട് പറയുകയാണ് എനിക്കൊരു സാധനം വേണം, ഇന്ന ദിവസം ആവശ്യമുള്ളതാണ്, അപ്പോൾ ഞാൻ പറയുകയാണ് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം. ഒന്ന്, ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരുമെന്നുള്ള നിങ്ങളുടെ ഒരു പ്രതീക്ഷ, ആ ഹോപ്പ്. മനസ്സിലായ? വേറൊരു കാര്യം, നമ്മളിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, വേറൊരു ചോയ്സ് നോക്കണില്ല. എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ അപ്പം തന്നെ നോ പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ 10 പേരോട് ചോദിക്കാം, നിങ്ങളുടെ കാര്യം നടക്കും. അല്ലാതെ ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ടുവന്നിട്ട് അയ്യോ അത് നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ വായോർന്നിരിക്കുകയുള്ളൂ. മനസ്സിലായി? അപ്പം പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന് എപ്പോൾ തോന്നണ് ആ മിനിറ്റിൽ ഞാൻ വിളിച്ച് പറയണം എന്നെക്കൊണ്ട് നടക്കില്ല. പലപ്പോഴും നമുക്ക് തോന്നും ഈ നോ പറയണവർ, ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അവൻ അതെനിക്ക് ചെയ്തു തന്നില്ല, കാലാകാലം നമ്മൾ പറഞ്ഞിട്ട് നടക്കും. പക്ഷേ ഒരു കാര്യം തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ അന്ന് അത് പറഞ്ഞതുകൊണ്ട് നമുക്ക് വേറെ ആളുടെ നിന്ന് അറേഞ്ച് ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഭൂമി വലുതാണ്, ചെറുതല്ല. പക്ഷെ നമ്മുടെ മനസ്സ് വലുതാക്കണം. അപ്പോൾ നമ്മുടെ ഈ കംഫർട്ട് സോണിലിരുന്ന് ആ കംഫർട്ട് സോൺ പൊട്ടിച്ചെറിയാതെ നമുക്ക് അടുത്തേക്ക് വളരാൻ പറ്റില്ല. മനസ്സിലായ? ഞാൻ വളരുന്നു കാലത്തുച്ചയ്ക്കും വൈകുന്നേരം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കംഫർട്ട് സോൺ പൊട്ടിച്ച് പുറത്തേക്ക് വരാനും, മനസ്സിലായ? അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം അപ്ഗ്രേഡഡ് ആവാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് ലെവലിലേക്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം 35, 40, 50 വയസ്സുള്ളവർ കോമ്പീറ്റ് ചെയ്യണത് 10, 12, 14 വയസ്സുള്ള പിള്ളേരായിട്ടാണ്.
നേരത്തെ നമുക്ക് കോമ്പറ്റീഷൻ 20-നും 25-നും മുകളിലേക്കുള്ളവരായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതെ. ഇപ്പൊ അതല്ല. ഇപ്പം എല്ലാവരും ഇപ്പൊ 14 വയസ്സുകാരനും ഏജ് എന്താ പറയാ ട്യൂഷൻ കൊടുക്കണത് US-ലും UK-ലും ഉള്ള പിള്ളേർക്ക് അവൻ ട്യൂഷൻ കൊടുക്കുക. അതെ. അപ്പൊ ഈ 35 വയസ്സുകാരൻ എക്സ്പീരിയൻസ് ഉള്ള എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അപ്പൊ നിങ്ങൾ ഒറ്റ വഴിയുള്ളൂ, അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്ഗ്രേഡ് ചെയ്യാൻ വേറെ ഒരു കഥയില്ല. സ്വയം അപ്ഗ്രേഡ് ചെയ്യുക. അതിപ്പോൾ ടെക്നോളജിയിലായിരുന്നാലും റൈറ്റിങ്ങിലായിരുന്നാലും റീഡിങ്ങിലായിരുന്നാലും സ്പീച്ചിലായിരുന്നാലും എന്ത് കാര്യത്തിലായിരുന്നാലും ലാംഗ്വേജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മളുടെ ഇവിടെ നമുക്ക് സ്കൂളിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സാൻസ്ക്രിറ്റ്. അതെ. പുറം രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അതിൽ ആവശ്യമുള്ള ഒരു സാധനം ഇംഗ്ലീഷ്. അത് സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ടില്ല. ഇല്ല. മനസ്സിലായ? അപ്പോൾ അതും പലപ്പോഴും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. വേറൊരു ലാംഗ്വേജ്, ഇപ്പോൾ സ്പാനിഷോ ഫ്രഞ്ചോ അതുപോലെ തന്നെ അറബിക്കോ, ഇതൊക്കെ വേൾഡിൽ അത്രമാത്രം ഉപയോഗിക്കുന്ന ലാംഗ്വേജസാണ്. അത് പഠിക്കാനോ പഠിക്കാൻ പറയാനോ നമുക്കിവിടെ ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കുറേ സ്കൂളുകളിലൊക്കെ കുറേ ചേഞ്ചസ് വന്നു തുടങ്ങി. അത് വലിയൊരു പ്ലസ്സാണ്. നമ്മളൊരു ഇൻ്റർനാഷണൽ പേഴ്സണായിട്ട് മാറുന്ന സമയത്ത് നമുക്കിതൊക്കെ ആവശ്യമാണ്. പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ നമ്മളുടെ അപ്പൻ്റെ സമയത്തല്ല, അപ്പാപ്പൻ്റെ സമയത്തൊക്കെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു. അതെ. അപ്പോൾ ആ ജോലി കൊടുത്തിരുന്ന ആളുകൾ അവർക്ക് തോന്നണ മാതിരിയുള്ള ശമ്പളം എന്നൊന്നും പറയാൻ പറ്റില്ല, മാസത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ദിവസത്തിൽ എന്തെങ്കിലും കൊടുത്തു വിടുക, ചീത്ത വിളിക്കുക, തല്ലുക, എന്ത് അബ്യൂസ് ചെയ്താലും അവരുടെ കൂടെ തന്നെ കാലാകാലം ജോലി ചെയ്തിരുന്നു. ഒരു അടിമ എന്ന് തന്നെ കറക്റ്റായിട്ട് പറയാം. അത് കഴിഞ്ഞ് നമ്മളുടെ അപ്പന്മാരുടെ കാലം വന്നപ്പോൾ കുറച്ചുകൂടി ചേഞ്ചസ് വന്നു. അപ്പോൾ അവരൊക്കെ ചെറിയ ജോലികൾക്ക് കയറി അവർ ജീവിക്കാനുള്ള ചെറിയ ചുറ്റുപാടുകളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ചെറിയൊരു വീടുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു സൈക്കിളോ ബൈക്കോ ഒക്കെ വാങ്ങിച്ചു. മനസ്സിലായോ? അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലേക്ക് വന്നു. ഇപ്പോഴത്തെ ഒരു ജനറേഷനെ നമുക്ക് സാലറി കൊണ്ടോ ഒരു വീട് അവനുണ്ടോ എന്ന് ചോദിച്ച് വീട് പണിത് കൊടുത്തുകൊണ്ടോ ഒരു കാറ് മേടിച്ചു കൊടുത്തുകൊണ്ടോ നമുക്ക് നിർത്താൻ പറ്റില്ല. അവൻ നോക്കുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ക്വാളിറ്റി ഓഫ് ലൈഫിൽ വരണ പല കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറിയുടെ കൂടെ തന്നെ അതിൻ്റെ ഓണറുടെ ഒരു ചെറിയ പാമ്പറിങ്, അല്ലെങ്കിൽ സിഇഒയുടെ ഒരു പാമ്പറിങ്, അല്ലെങ്കിൽ അതിൻ്റെ വൈസ് പ്രസിഡന്റിന്റെ ഒരു പാമ്പറിങ്, അവരുടെ അപ്രീസിയേഷൻ, ഓരോ കാര്യത്തിലും അപ്രീസിയേഷൻ. മനസ്സിലായ? അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഈക്വലന്റ് ടു സാലറിയാ. മനസ്സിലായ? നിങ്ങൾക്ക് വലിയ സാലറി തരികയും കാലത്തോട്ട് പാതിര വരെ തെറിവിളി കേൾക്കണോ, അതോ ഒരു മിനിമം ജീവിക്കാനുള്ള സാലറിയും ഒരു അപ്രീസിയേഷനും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള അപ്ഗ്രേഡിങ്ങും ഉണ്ടെങ്കിൽ അതായിരിക്കും ആളുകൾ പ്രിഫർ ചെയ്യുക. മനസ്സിലായി? അത് വളരെ ഇമ്പോർട്ടൻ്റ്. എന്താ വെച്ചാൽ ആളുകൾക്ക് വേണ്ടത് ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ്. നിങ്ങൾ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഹാപ്പിനെസ്, അതാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന ഓൺട്രപ്രണേഴ്സിന് ശരിക്കും ഒരുവിധം ആളുകളൊക്കെ ഓൺട്രപ്രണേഴ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ്. കാരണം ലീഡേഴ്സാണ് ഓൺട്രപ്രണേഴ്സ്. അവർ സ്വാഭാവികമായിട്ടും അവരുടെ താഴെയുള്ള ആളുകളെ അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ ആ ഒരു റെസ്പെക്റ്റോടുകൂടെ കാണുന്നുണ്ട്. അതല്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് വലിയ വേർഡ്സ് ആണ്. കൂടെ നിൽക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്, ശരിയാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ അപ്രീസിയേഷനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ അപ്പോളജി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. മനസ്സിലായി? നമ്മളെല്ലാവരും മനുഷ്യരാണ്. തെറ്റുകൾ പല രീതിയിലുള്ളത് സംഭവിക്കാം. തെറ്റാണെന്ന് നമ്മളുടെ മനസ്സിന് ഉറപ്പുണ്ടെങ്കിൽ അയാളോട് അന്ന് തന്നെ സോറി പറയാം. 2 ഗുണ. ഒന്ന്, നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം, നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടണ്ട. അല്ലെങ്കിൽ നമ്മളിത് ഡെയിലി ആലോചിച്ച് നമ്മുടെ ബ്ലഡ് പ്രഷറും കൂടും, ഉറങ്ങാനും പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ഈ സബ്ജക്റ്റുകളാണ്. നമ്മുടെ ഉറക്കം പോയി, ഞാനാണോ ശരി, അവളാണോ ശരി, ഇനി ഞാൻ അവരോട് സോറി പറഞ്ഞാൽ അത് ഞാൻ ചെറുതായി പോകും. പക്ഷെ അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സോറി പറയുമ്പോഴോ നമ്മളാണ് വലുതാവണത്. അത് പലർക്കും മനസ്സിലായിട്ടില്ല. ഭൂരിഭാഗമല്ല, 99% ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഈഗോ എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടാവണതും ആ ഈഗോ ആണ് നമ്മളെ നശിപ്പിക്കുന്നത്. അതെ, ഈഗോ എന്ന് പറയുന്ന കാര്യത്തിൽ അത്രയും വിഷമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഈ ഭൂമിയിലില്ല, ഒരു സബ്ജക്റ്റും ഇല്ലയെന്ന്. ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ആഫ്രിക്കൻ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അയാളോട് ഒരു ലേഡി ചോദിക്കുകയാണ്, ഏത് ലെവൽ വരെ പോയിട്ട് വേണം നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാൻ? എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഏത് ലെവലിൽ എത്തുമ്പോഴാണ് ആ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കട്ട് ചെയ്യേണ്ടതെന്ന് അയാൾ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്ന ഉത്തരം, എത്ര വിഷം കഴിച്ചാൽ നീ മരിക്കും,
ആ വിഷത്തിൻ്റെ ലെവൽ എത്തണതിന് മുൻപ് നീ കട്ട് ചെയ്തോളാം. മരണത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, നമ്മൾ ഈ നെഗറ്റീവ് എനർജി ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾ തന്നെ നെഗറ്റീവായി മാറും. അതെ, മനസ്സിലായി. നമ്മൾ പറയുകയാണ് ഞാൻ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്, അതൊക്കെ ശരി തന്നെ. പക്ഷെ നമ്മളുടെ ചുറ്റും നിൽക്കുന്ന 3-4 പേരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യണത്. മനസ്സിലായി. നമ്മളുടെ ഏറ്റവും ഫ്രണ്ട്സ് എന്ന് പറയണ അവർ. അപ്പോൾ അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അവർ നമുക്ക് തരുന്ന ഫീഡ്ബാക്ക് അത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവിലേക്ക് പോകും. മനസ്സിലായ. പക്ഷെ നമ്മളെ പിടിച്ചു നിർത്താനും ഏതൊക്കെ സ്ട്രഗിൾ ഉണ്ടായാലും ഇതൊന്നും വിഷയമാക്കണ്ട, നീ നാളെ നമുക്ക് ഇത് ശരിയാക്കി എടുക്കാം എന്ന് പറയണ ഒരു 2-3 പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു സ്ട്രഗിളല്ല. എന്ത് കാര്യം, നിങ്ങൾ ഏത് കാര്യം എടുത്തോ, അത് ഫാമിലി ലൈഫ് ആയിരുന്നാലും ബിസിനസ് ആയിരുന്നാലും സ്റ്റഡീസ് ആയിരുന്നാലും എന്ത് കാര്യമായിരുന്നാലും ഡെഫിനറ്റ് ആയിട്ടും അതിൽ പറ്റാത്തവനാണ് എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ പറ്റാത്തവളാണ് എന്ന് തോന്നിയാൽ അവിടെ കട്ട് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ലൈഫാണ് സ്പോയിൽ ചെയ്യണത്. സാധാരണ ഇതിൽ പറയും എന്താ വെച്ചാൽ റിലയൻസും ടാറ്റ ഇപ്പോൾ ഡിസ്കഷനിലാണ്. എന്താ വെച്ചാൽ രത്തൻ ടാറ്റയുടെ പറഞ്ഞാൽ എല്ലാവരെയും വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. അവർ തമ്മിലുള്ള ഡിഫറൻസ്, 2 കൂട്ടരും ചെയ്യണത് ബിസിനസ്സാണ്. മനസ്സിലായ. പക്ഷേ മുകേഷ് അംബാനീനെ ഒരു വലിയ ബിസിനസ് മാൻ എന്നാണ് പറയണത്. ടാറ്റേനെ ബിസിനസ് മാൻ എന്ന് പറയണത് നിങ്ങൾ കേൾക്കില്ല. അയാളെ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് എന്നാണ് പറയുക. നിങ്ങൾക്ക് ഈ ബിസിനസ് മാനും ഇൻഡസ്ട്രിയലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അറിയോ? എന്താണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ, കാര്യങ്ങൾ അതിനെ വളരാൻ സഹായിക്കുകയും ഇയാൾ സ്വയം വളരുകയും ചെയ്യണ ആളാണ് ഇൻഡസ്ട്രിയലിസ്റ്റ്. ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ ആ ചുറ്റുമുള്ളതിനെ തളർത്തുക എന്ന് പറയാൻ പറ്റില്ല, വളരാൻ വിടില്ല, സ്വയം മാത്രം വളരാൻ ശ്രമിക്കുന്ന ആളാണ് ബിസിനസ്സുകാരൻ. അത് നിങ്ങൾ ഓരോന്ന് അപഗ്രഥിച്ച് നോക്കിക്കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ടാറ്റയുടെ ഓരോ സിസ്റ്റം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൂന്നാറിൽ ടീ എസ്റ്റേറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവിടെ വർക്ക് ചെയ്യണ ഒരു സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ കുളുന്തുന്നുള്ളണ ഒരു സ്ത്രീയുടെ വീട്ടിലെ ബൾബ് കേടായാൽ ടാറ്റയെന്ന് പോയിട്ടാണ് ആ ബൾബ് മാറ്റി കൊടുക്കണേ. എനിക്ക് റിയലായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയണതാണ്, പലർക്കും അതറിയില്ല. അവർ പലപ്പോഴും പറയും അവർക്കിപ്പോഴും ലയം പോലെ കെട്ടിയ വീടുകളാണെന്നൊക്കെ. അതൊക്കെ സത്യമാണ്, അവിടുത്തെ രീതി അതാണ്. പക്ഷേ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ എന്താ പറയുക, ഇപ്പോൾ ഹെൽത്ത് കെയർ, അതുകൂടാതെ ഇങ്ങനെ ഒരു കാര്യം, വീട്ടിലൊരു ബൾബ് പോയാൽ അല്ലെങ്കിൽ വീട്ടിലൊരു ജനാലയുടെ കുറ്റി പോയാൽ അവിടെ വിളിച്ചു പറഞ്ഞാൽ മതി, അവർ വന്ന് മാറ്റിപ്പോവും. അതാണ് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ ഒരു പ്ലസ്. അതിലേക്ക് നമ്മൾ വളരണം. ഇപ്പം നമ്മളിപ്പോൾ ഈ ടൂറിസം എന്ന് പറയുമ്പം ശരിക്കും ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്. പക്ഷെ അതിനെ എഡ്യൂക്കേഷൻ ലെവലിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കുട്ടികളുടെ ഒരു ഡ്രീമായിട്ട് അധികം കാണാറില്ല. ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നാലും ചെറുപ്പം മുതലേ ഒരു ടൂറിസത്തിലായിരിക്കണം എൻ്റെ കരിയർ, അല്ലെങ്കിൽ ടൂറിസത്തിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, അത്തരത്തിലുള്ള ഒരു ആഗ്രഹം പല ആളുകൾ പറഞ്ഞു കണ്ടിട്ടില്ല. അപ്പം എങ്ങനെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് ബന്ധിപ്പിക്കുന്നത്? അതിൽ മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടുകളിൽ നിന്നാണ് അത് തുടങ്ങണത്. മനസ്സിലായി. ഇന്നും എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിലും അവർ ചിലപ്പോൾ വർക്ക് ചെയ്യണ ഏരിയ ഏതായിരുന്നാലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ മകള് ഡോക്ടർ ആവണം, എൻ്റെ മകൻ എൻജിനീയർ ആവണം എന്നൊഴിച്ച് ഒരു ചിന്ത ഇപ്പോഴും അവനില്ല. കുറേശ്ശെ മാറി തുടങ്ങി. എൻജിനീയർ ആവണം എന്ന് പറയൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മനസ്സിലായ. അത് ഇനി ഡോക്ടർ എന്നുള്ളതും ആളുകൾ പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ആവണമെങ്കിൽ മിനിമം ഒരു 35 വയസ്സാവണം. 35 വയസ്സ് വരെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുപോയിട്ടാണ് ഭൂരിഭാഗം പേരും നടക്കുന്നത്. ഈ 20, 22, 24 വയസ്സിൽ IT-യിലുള്ളവൻ അവൻ വീടും കാറും ബംഗ്ലാവും മേടിച്ചിട്ടുണ്ടാവും. മനസ്സിലായ. അപ്പോൾ അത് ചേഞ്ച് വന്നു തുടങ്ങി. പക്ഷേ അതിലും ഒരു പീക്കിലേക്ക് എത്തി തുടങ്ങി. അപ്പോഴാണ് ഇനി അടുത്ത ഏരിയാസ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയത് അടുത്ത കാലത്താണ്. മുൻപ് അതുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമുക്ക് പല കരിയർ നമുക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവണത്. ശരിക്കും ഡോക്ടറേക്കാളും എഞ്ചിനീയറേക്കാളും അതുപോലെ IT-യേക്കാളും നല്ല ഹൈലി പെയ്ഡ് പ്രൊഫഷൻസ് ഈ ലോകത്തുണ്ട്. മനസ്സിലായ. പക്ഷേ അതിലേക്ക് നമ്മളുടെ മക്കൾ എത്താൻ പറ്റണില്ല. എന്താ കാരണം വെച്ചാൽ നമ്മൾ ആ ഒരു സർക്കിളിലാണ് ഇപ്പോഴും കിടന്ന് കളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നീറ്റ് എഴുതണം, കാറ്റ് എഴുതണം, എഞ്ചിനീയർ ആവണം, IIM-ൽ പോകണം, IIT-യിൽ പോകണം, അല്ലെങ്കിൽ ഡോക്ടർ ആവണം. ഇതൊഴിച്ച് അതാണ് നമ്മുടെ മെയിൻ എയിം.
അതെ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കിട്ടാത്തവനെ നമുക്ക് എല്ലായിടത്തേക്കും ഇങ്ങോട്ട് വീതം വെച്ച് വീതം കൊടുക്കാം. വെച്ച് കൊടുക്കും. പണ്ട് കാലത്തുണ്ടായിരുന്നു, എന്താ പറയുക, ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവന് ഫോർത്ത് ഗ്രൂപ്പ്, അതെ, അതും കിട്ടിയില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് തേർഡ് ഗ്രൂപ്പ് അങ്ങനെ ആക്കി എന്നുള്ളത്. കൊടുക്കും. ഇപ്പൊ ആ സിസ്റ്റം മാറി. എന്ന് വെച്ചാൽ മക്കൾക്ക് പഠിക്കാനുള്ള, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റുകൾ മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്ന സിസ്റ്റംസ് ആയി തുടങ്ങി. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലും പുതിയ സിസ്റ്റം വന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചാൽ മതി. അത് ശരിക്കും അതിലേക്ക് എത്തേണ്ട കാലം നമ്മൾ പണ്ടേ കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച പല സബ്ജക്റ്റുകളും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപകാരമില്ലാത്ത സബ്ജക്റ്റുകളാണ്. മനസ്സിലായോ? എന്നാൽ അത് പഠിക്കേണ്ടതായിരുന്നോ? അതൊക്കെ വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് പോകേണ്ട കാര്യമുള്ളൂ. നമുക്ക് ബുക്ക് വെച്ച് 10 കൊല്ലം പഠിച്ച് അതിന് ഉത്തരം എഴുതിയിട്ട് എന്ത് കിട്ടാനാ? അതെ. അപ്പം ശരിക്കും ടൂർ എന്ന് പറയുമ്പം വെറുതെ ഒരു എക്സ്പെൻസ് അല്ലത്, സന്തോഷമാണ്, എന്താ പറയുക, മെമ്മറീസ് ആണ്, ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ പല ആളുകളും പറയാറുണ്ട് നമ്മൾ പണം എപ്പോഴും സേവ് ചെയ്ത് വെക്കണം, നാളത്തേക്ക് എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെക്കണം. എന്നാൽ കൊറോണ വന്ന സമയത്ത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ, കാരണം ആളുകൾ കേരളം, മൂന്നാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമല്ലാതെ പുറത്തേക്കൊക്കെ പോയി തുടങ്ങി, എസ്പെഷ്യലി യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി തുടങ്ങി. പണം ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പം എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്യേണ്ടത്? കാരണം പണം സേവ് ചെയ്യാൻ വേണം, എന്നാൽ എൻജോയ് ചെയ്യാൻ വേണം. ആ ഒരു ബാലൻസിങ്ങിന് എങ്ങനെയാണ് ഒരു ഈ ചോദ്യം തുടങ്ങിയപ്പോൾ നിങ്ങൾ ഹാപ്പിനെസ്സും മെമ്മറീസും പറഞ്ഞു. ആദ്യം പറഞ്ഞു. അല്ലല്ല, ആ രണ്ട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾ ശരിക്കും ദ ഫോഗ് റിസോർട്ട് ആൻഡ് സ്പാ മൂന്നാർ എന്ന് പറഞ്ഞതിൻ്റെ ടാഗ് ലൈൻ സെല്ലിങ് ഹാപ്പിനെസ് എന്നായിരുന്നു. വൈബിൻ്റെ ടാഗ് ലൈൻ സെല്ലിങ് മെമ്മറീസ് എന്നാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങളത് പഠിച്ചിട്ട് വന്നതാണോ അതോ അറിയാതെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വന്നതാണോ എന്ന് അറിയില്ല. ഓക്കെ, എന്തായിരുന്നാലും അതാണ് സത്യം. ഇത് രണ്ടുമാണ് നമുക്ക് ബാക്കി ഉണ്ടാവാവുന്ന കാര്യങ്ങൾ. നമ്മളുടെ ഇപ്പോൾ നമ്മൾ പറയില്ലേ, ശിഷ്ടകാലം എന്ന് പറയണ, നമുക്ക് ജോലി ചെയ്യാതെ വീട്ടിൽ ഇരിക്കുന്ന ഒരു സമയത്ത് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്തുട്ടാ? നമ്മുടെ പഴയ മെമ്മറീസ്, ഹാപ്പി മൊമെൻറ്റ്സ്. ആരും കരഞ്ഞ മൊമെൻറ്റുകളെ കുറിച്ച് ആരും ആലോചിക്കാറില്ല. ആളുകളുടെ ഒരു മെൻറ്റാലിറ്റി, എസ്പെഷ്യലി ഇൻ കേരള, ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്, നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ടും. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് ഉണ്ടായപ്പോൾ പല സത്യങ്ങളും ആളുകൾ അറിഞ്ഞു തുടങ്ങി. അവിടെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഞാൻ ആ നെഗറ്റീവിലേക്ക് പോകുന്നില്ല, അവിടെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ആ വീട്ടിലിങ്ങനെ ഉണ്ടായി, ഈ വീട്ടിലിങ്ങനെ ഉണ്ടായി, ഇന്ന ആൾക്ക് ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഞാൻ എന്തിനാ അതിലേക്ക് പോകണം? മനസ്സിലായി? ഞാൻ സമ്പാദിച്ച, എന്താ പറയുക, ഹാർഡ്ലി ഏൺഡ് മണി, അത് എൻ്റെ കാര്യങ്ങൾക്ക് കൂടി സ്പെൻഡ് ചെയ്യാനുള്ളതാണ് എന്നുള്ളൊരു ബോധം ആളുകൾക്കുണ്ടായി. മനസ്സിലായോ? അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഏൺ ചെയ്യണതിൻ്റെ ഒരു 20% എങ്കിലും നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം. നമ്മളുടെ വീടുകളിലെ പല അപ്പനും അമ്മയ്ക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, മക്കൾക്ക് നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുക്കും, പക്ഷെ അവർ പലപ്പോഴും മേടിക്കാറില്ല. എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ എനിക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ പറ്റുക? ഞാൻ കരഞ്ഞുകൊണ്ട്, എൻ്റെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് എൻ്റെ മകനെ സന്തോഷിപ്പിച്ചിട്ട് എനിക്കെന്ത് കാര്യം? അതുകൂടാതെ ഇപ്പം ഉണ്ടായിട്ടുള്ള വേറൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മകനോ മകളോ ഉണ്ടെങ്കിൽ അവൻ മാക്സിമം നിങ്ങളുടെ കൂടെയുള്ളത് 15 17 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞ് അവനെവിടെയാ? മകനെവിടെ? മകളെവിടെ? അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾ കാണണേ. അപ്പോഴും നിങ്ങളെ വിട്ടു. മനസ്സിലായ? അപ്പം നിങ്ങൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ ഒരു 10 20 25 വർഷം കഴിഞ്ഞിട്ട് പൂച്ചകളെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ജീവികളെ പോലെയോ മക്കളെ ജനിപ്പിക്കുക, അവരെ എന്താ പറയുക, അവർക്ക് തന്നെ ഫീഡ് ചെയ്യാവുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അവരെ ഇപ്പോൾ US ആ സിസ്റ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. 18 വയസ്സ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവിടുന്ന് മാറി താമസിക്കുക എന്നുള്ള വേറെ ഒരു കഥയില്ല. എന്ന് വെച്ചാൽ അവൻ എവിടെയെങ്കിലും ജോലി കണ്ടെത്തുക, അവൻ്റെ കാര്യങ്ങൾ നോക്കുക, ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ ഗേൾഫ്രണ്ടായി അവനത് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാണ്. അതിലേക്ക് കേരളം മാറേണ്ട സമയത്തും കുറച്ച് ഡിലേ ആവും. എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ അവസാനമാണ് നമ്മളായിരിക്കും ചാടുള്ളൂ. ഇപ്പോൾ എന്ത് കാര്യം എടുത്താലും, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കാര്യം എടുത്താലും, IT പാർക്കിൻ്റെ കാര്യം എടുത്താലും, ഇപ്പോൾ ടൂറിസം എന്ന് പറയണത് ഒരു റവന്യൂ ജനറേറ്റിംഗ് മോഡലാണെന്ന് മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിച്ചാണ് ഇപ്പോഴും നമ്മൾ പോണത്. ലോകം മാറി. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞങ്ങൾ ജോർജിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ബോസ്നിയ എന്നും പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഈ 2 സ്ഥലങ്ങളിലും ടൂറിസ്റ്റുകൾ പോകാറില്ല. 2010 ശേഷം
അവിടെയുള്ള ഗവൺമെൻറ്റുകളായിട്ട് പല പ്രാവശ്യം ഡിസ്കഷൻ നടത്തിയിട്ട് അവർ ഞങ്ങളുടെ ഒരു UAE-യിലുള്ള 20ഓളം ട്രാവൽ ഏജൻറ്റുകളെ ഫേം ട്രിപ്പ് എന്ന് പറയും, അവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക, ഞങ്ങളുടെ രാജ്യങ്ങളിൽ എന്തൊക്കെയുണ്ട് എന്ന് കാണിച്ചു തരിക. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് അവിടെയുള്ള നമ്മുടെ ക്ലയൻസിനോട് പറയുക ഇന്നതാണെന്ന് പറയുക, അവരെ പറഞ്ഞു വിടുക. അതാണ് ഒരു ഫാം ട്രിപ്പിൻ്റെ ഒരു ഇത്. അതിൻ്റെ എക്സ്പെൻസ് എല്ലാം ഗവൺമെൻറ്റുകളാണ് മുടക്കുന്നത്, ടൂറിസം ബോർഡുകളാണ് മുടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ജോർജിയയിൽ പോയപ്പോൾ ഞാൻ അവിടെ ഉള്ള സമയത്ത് തന്നെ, ജോർജിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പഴയ USSR-ൻ്റെ ക്രിമിനൽസും എന്താ പറയുക കുറ്റവാളികളും മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ജോർജിയ എന്ന് പറയുന്ന സ്ഥലം. പക്ഷേ പിന്നീട് USSR സ്പ്ലിറ്റ് ചെയ്ത് പോയി പല പല രാജ്യങ്ങളായിട്ട് മാറി. പിന്നെ ഇവരും ഒരു രാജ്യമായി, ഇവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒന്നുമില്ല. അപ്പോഴാണ് ഗവൺമെൻറ്റുകൾ ആലോചിക്കുന്നത് ടൂറിസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ അത്ര എക്സ്പെൻസീവ് അല്ല, എന്നാൽ സെയിം ക്ലൈമറ്റും സെയിം കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ വരികയും അതുപോലെ തന്നെ ഈ എയർ അറേബ്യ പോലെയുള്ള ഈ ബജറ്റ് എയർലൈനുകളായിട്ട് സംസാരിച്ച് സ്പെഷ്യൽ റേറ്റ്സും ഒക്കെ അവർ തന്നെ, ആ ഗവൺമെൻറ് തന്നെയാണ് ആ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് കേട്ടോ, മനസ്സിലായ. അതുപോലെ തന്നെ ഞാൻ അവിടെ ഫസ്റ്റ് ടൈം ഇറങ്ങിയ സമയത്ത് എമിഗ്രേഷനിൽ നമ്മളുടെ വിസ സ്റ്റാമ്പ് ചെയ്തിട്ട്, പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിട്ട് പാസ്പോർട്ടും ഒരു കുപ്പി വൈനും കൂടിയാണ് നമുക്ക് തന്നത് എമിഗ്രേഷനിൽ, മനസ്സിലായ. അപ്പോൾ അത് എന്താ പറയുക, ഒരു പുതിയൊരു രീതിയാണ് ഒരാളെ വെൽക്കം ചെയ്യുക. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെൽക്കം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്, ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആ വെൽക്കം ഉണ്ടെന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത്, മനസ്സിലായ. ഒരു 1.5 ലക്ഷം ആളുകൾ മാത്രം ഒരു കൊല്ലം വിസിറ്റ് ചെയ്തിരുന്ന ജോർജിയ 2010, 11, 12 വർഷങ്ങളിൽ ഇങ്ങനെയുള്ള ഫേം ട്രിപ്പുകൾ പല രാജ്യങ്ങളിൽ നിന്നും നടത്തി. അതുപോലെ തന്നെ അവർ നടത്തി റിസർച്ച് ചെയ്യുന്നു. ഇപ്പോൾ UAE പോലുള്ള രാജ്യങ്ങളിൽ ഉള്ള താമസക്കാർ അവർ കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് UAE നാഷണൽസിനും UAE-യിൽ താമസിക്കുന്ന അതർ നാഷണാലിറ്റീസിനും ഹൂ ഈസ് ഹോൾഡിങ് വിസ, UAE വിസ ഹോൾഡ് ചെയ്യണവർക്കും വിസ ഓൺ അറൈവലാക്കി. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒറ്റൊരു വർഷം കൊണ്ട് 1.5 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷം വിസിറ്റിലേക്ക് പോയി. അവിടെ ആകെ 4 5 ഹോട്ടലാണ് ഉണ്ടായിരുന്നത്, 400 ഹോട്ടലുണ്ടായി. അപ്പോൾ ഒറ്റൊരു ഡിസിഷൻ, വേറെ ഒന്നും അവർ ചെയ്തില്ല, ഒരു ഡിസിഷൻ ചേഞ്ച് ചെയ്തു, അവരെ തന്നെ എംപവർ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായി, പല രാജ്യങ്ങളും അതിന് പിന്നാലെ, ബോസ്നിയ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഈ വക അർമേനിയ, അങ്ങനെയുള്ള ഇപ്പോൾ പുതിയ ട്രെൻഡായിട്ട് വന്നിട്ടുള്ള അസർബൈജാൻ, ഇവരൊക്കെ ഇതിലേക്ക് വന്നു. ഇതിൽ വന്നപ്പോഴെന്തുണ്ടായി, ആളുകൾക്ക് ട്രാവൽ ചെയ്യാൻ ആവശ്യം പോലെ ഓപ്ഷൻസ് ആയി. ചെറിയ പൈസയ്ക്ക് പോവാം, ബജറ്റ് എയർലൈനുകൾ ഓപ്പറേഷൻ തുടങ്ങി. അപ്പോൾ ആളുകൾ ഓക്കെ എനിക്കും പോവാം. ഇപ്പോൾ അസർബൈജാൻ അല്ലെങ്കിൽ കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ സെയിം യൂറോപ്പിൻ്റെ ക്ലൈമറ്റുള്ള സ്ഥലമാണ്, തണുപ്പുള്ള സ്ഥലമാണ്, ടെലിഫ്രീക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഐസ്, മൗണ്ടൻ, അതൊക്കെയല്ലേ ആൾക്ക് വേണ്ടത്, അത്ര എക്സ്പെൻസ് ഇല്ല. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റും കുറേ രാജ്യങ്ങൾക്ക് വിസ ഓൺ അറൈവലാക്കി. അത് ശരിക്കും പറഞ്ഞാൽ ടൂറിസത്തിനെ ഇന്ത്യയിലും ബൂസ്റ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ആളുകൾ കാണുന്നത് എനിക്കൊരു ബിസിനസ് വളർത്താൻ കണ്ടമാനം സ്പെൻഡ് ചെയ്യണം എന്നാണ്. അതുപോലെ പല രാജ്യങ്ങളും കാണുന്നത് ടൂറിസം വളർത്താൻ കണ്ടമാനം സ്പെൻഡ് ചെയ്യണം എന്നാണ്. പക്ഷെ അത് തെറ്റാണ്. മാറ്റേണ്ടത് റൂട്ട് ലെവലിൽ എന്താണ് മാറ്റേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് മാറ്റിയാൽ ടൂറിസം വളരും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർ ആകെ ചെയ്തത് വിസ പ്രോസസ്സ് മുഴുവൻ മാറ്റി, വിസ ഓൺ അറൈവൽ എന്നുള്ളത് മാറ്റിയപ്പോൾ പൈസയുള്ള മുഴുവൻ അങ്ങോട്ട് പോവുക. എന്നുവെച്ചാൽ എനിക്ക് വിസ എടുക്കാനായിട്ട് എംബസി പോകണ്ട, കോൺസുലേറ്റിൽ പോകണ്ട, അവിടെ ഫീസ് അടയ്ക്കണ്ട, അവിടെ നിന്ന് റിജക്ഷൻ വേണ്ട, ടിക്കറ്റ് എടുക്കുക, ഹോട്ടൽ എടുക്കുക, ഐ എം ട്രാവലിംഗ് 3 nights 4 nights, മനസ്സിലായ. അപ്പോൾ അത് സത്യം പോവാം. എനിക്കിപ്പോൾ വീക്കെൻഡ് ഉണ്ട്, 2 ദിവസം അവധിയുണ്ട്, 2 ദിവസത്തേക്ക് പോവാം, നമുക്ക് പോവാം, കയറി വെട്ടിയെടുത്ത് പോയി. ആ സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ വരും. ഇപ്പോൾ കേരളത്തിൽ ആ ട്രെൻഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ടൂറിസം ഇവിടെ ഇൻബൗണ്ട് ടൂറിസം ശരിക്കും പറഞ്ഞാൽ അറബ്സാണ് ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ട്രെൻഡായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളുടെ വൈബ് റിസോർട്ടിലും ഫോഗ് റിസോർട്ടിലും ഒക്കെ നമുക്ക് ലാസ്റ്റ് ഡിസംബറിൽ ഇസ്രായേലി ഗ്രൂപ്പുകൾ ആവശ്യം പോലെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഡിസംബറിൽ ഗ്രൂപ്പുകൾ ബുക്കിംഗ് വന്നു, പക്ഷേ അവിടെ പ്രോബ്ലംസ് കാരണം വരാൻ പറ്റിയില്ല അവർക്ക്, പക്ഷേ ഉണ്ടായിരുന്നു. ജർമ്മൻ ഗ്രൂപ്പുകൾ, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് പോലും ഗ്രൂപ്പുകൾ ഇപ്പോൾ വന്നു, ജപ്പാനിൽ നിന്ന് ഗ്രൂപ്പുകൾ, മലേഷ്യയിൽ നിന്ന് ഗ്രൂപ്പുകൾ. അപ്പോൾ ആളുകൾക്ക് എപ്പോഴും വേണ്ടത് പുതിയ പുതിയ സ്ഥലങ്ങളാണ്, മനസ്സിലായ. ആർക്കും എന്നും ലണ്ടനും എന്നും ന്യൂയോർക്കും എന്നും ദുബായി അല്ല വേണ്ടത്. അതിനൊക്കെ ഒരു സാച്ചുറേഷൻ പീരീഡ് ഉണ്ട്.
അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവർ പുതിയ സ്ഥലങ്ങൾ തേടും. അപ്പോൾ പുതിയ സ്ഥലങ്ങൾ തേടുമ്പോൾ ഏറ്റവും ഡൈവേഴ്സിഫൈ ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. ബാക്ക് വാട്ടേഴ്സ്, മൗണ്ടൻസ്, ഞാൻ ബീച്ചസ്. ചോദിക്കാൻ വരുമായിരുന്നു കേരളത്തിലെ ടൂറിസം എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. കാരണം കേരളത്തിന് അത്രയ്ക്കും കേരളത്തിൻ്റെ വെറൈറ്റി അത്രയും പൊട്ടൻഷ്യലുള്ള പൊട്ടൻഷ്യൽ വല്ലാത്തൊരു ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലില്ല, ഒരു സ്റ്റേറ്റ് ലോകത്തിലുമില്ല. പക്ഷേ അതിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുറേ പ്രൊസീജിയേഴ്സ് ചേഞ്ച് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഇതൊരു കുറ്റപ്പെടുത്തലായിട്ട് നമ്മൾ ആരെയും പറയണതല്ല, നമ്മളുടെ തന്നെ കുറ്റമാണ്. അതെ, നമ്മളെല്ലാവരും മാറണം. നമ്മളെല്ലാവരും മാറണം. നമ്മളിവിടെ മാറിയിരുന്ന് കസേരയിൽ കാലും കയറ്റി വെച്ചിട്ട് അവൻ മാറട്ടെ ഇവൻ മാറട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാറാന്ന് പറഞ്ഞാൽ അത് മാറലുണ്ടാവില്ല. മനസ്സിലായോ? ഇവിടെ ഇത്രയും നല്ല ബാക്ക് വാട്ടേഴ്സ് ഉള്ള ഒരു സ്ഥലവും ലോകത്തിലില്ല. ഇതുപോലെയുള്ള മൗണ്ടൻസ്, സെറൈൻ മൗണ്ടൻസ് ഉള്ള ഒരു സ്ഥലവും ലോകത്തിലില്ല. ഇത്രയും നല്ല വൈഡായിട്ടുള്ള കേരളത്തിൻ്റെ അറ്റം തൊട്ട് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ബീച്ചാ. അതെ, പക്ഷേ എന്നാൽ നല്ല ബീച്ചുണ്ടോ? അതില്ല. ഇല്ല. അതെന്താ കാരണം? നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ ആളുകളുടെ തന്നെ കുഴപ്പമാണ്, അത് ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമല്ല. മനസ്സിലായി? ഇപ്പോൾ ബീച്ച് സൈഡിൽ ജീവിക്കണവർ, നമ്മൾ ചെല്ലണവർ. ഇപ്പം ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാം. ഞാനും എൻ്റെ ഫാമിലിയും കൂടി ബീച്ചിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. നമ്മളവിടെ എന്താ ചെയ്തത്? അവിടെ ചെന്നു, അവിടുന്ന് ഒരു ഐസ്ക്രീം മേടിച്ചു, അതിൻ്റെ പാട്ട അവിടെ ഇട്ടു, ഒരു കുപ്പി വെള്ളം മേടിച്ചു, അതിൻ്റെ കുപ്പി അവിടെ ഇട്ടു. മനസ്സിലായ? ഒരു ഐസ്ക്രീം വലിച്ചു, അതിൻ്റെ ആ സ്റ്റിക്ക് അവിടെ ഇട്ടു. മനസ്സിലായ? കപ്പലിൻ്റെ കഴിച്ചു, അതിൻ്റെ കടലാസ് അവിടെ ഇട്ടു. അതല്ലേ നമ്മൾ ചെയ്തേ? അങ്ങനെ എല്ലാവരും ചെയ്താൽ എന്താ ഉണ്ടാവണേ? അതല്ലാതെ അവിടെ ചെന്നിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തതായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കി, ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ആ മൈൻഡ് സെറ്റ് മാറണം. മൈൻഡ് സെറ്റ് മാറാനായിട്ട് ഗവൺമെൻറ്റുകൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പൈസ കൊണ്ടല്ല നടത്തണം. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ആളുകൾക്ക് മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊണ്ട് മാത്രമല്ല മാർക്കറ്റിംഗ് നടത്തുക, പൈസ ഇല്ലാതെയും മാർക്കറ്റിംഗ് നടത്താം. ഇപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വീട്ടിലെ ഒരു അമ്മച്ചി ഒരു അച്ചാർ ഉണ്ടാക്കണ്ടെങ്കിലും അതിനും വാങ്ങിക്കാൻ ആളുകളുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ആലോചിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മീഡിയാസ് വലിയൊരു കണ്ടന്റ് എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യണ സാധനം പാളിപ്പോവും. വെറുതെ ഒന്നുമില്ലാണ്ട് ചെറിയൊരു സാധനം എടുത്തിട്ട് അത് വൈറലാവും. അപ്പോൾ നമ്മൾ നമ്മുടെ മുന്നിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് വൈറലായി, എന്തുകൊണ്ട് അതുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് നടത്തി അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യവും റിപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കുക. ഒരുത്തന് ഇത് കിട്ടി, ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റ് ഇട്ടപ്പോൾ അവനും വൈറലായി എന്നും പറഞ്ഞിട്ട് ഞാനും അതിലേക്ക് ചാടിയിട്ട് യാതൊരു കാര്യമില്ല. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഒരു കോർണറിൽ വിജയിച്ചാൽ 2 മാസം കഴിയുമ്പോഴേക്കും അവിടെ 4 റെസ്റ്റോറൻറ്റ്. ആ 4 റെസ്റ്റോറൻറ്റിനുള്ള ആളുകൾ അവിടെ ഉണ്ടോ? മനസ്സിലായി? അപ്പോൾ എന്തുണ്ട് അവിടെ ചെയ്യുന്ന 4 പൂട്ടാണ്. അങ്ങനെ ഒരു ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ പുതിയ കണ്ടെത്താത്ത എന്തോരം ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ടെന്നറിയും. കണ്ടെത്താത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത എത്രയോ ടൈപ്പ് ഓഫ് ബിസിനസ്സുകൾ. ഞാനൊരു കഴിഞ്ഞ പ്രാവശ്യം ന്യൂയോർക്കിൽ പോയ സമയത്ത് അവിടെ ടൈം സ്ക്വയറിൽ ഒരു ലേഡി വെറുതെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പലരോടും പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അതിന് സംസാരിക്കണമെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ ഇവിടുത്തെ ഒരു 10 നല്ല ഫോട്ടോസ് എടുത്ത് ഇത് ചെയ്ത് തരാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമുള്ള പൈസ തന്നാൽ മതി. അപ്പോൾ ഓക്കെ, ആൾ പറഞ്ഞു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. സൂപ്പർ ഫോട്ടോസ്. അത് കഴിഞ്ഞിട്ട് അവർ പറയാണ് ഞാൻ ഒരു 10 റീൽസ് എടുത്ത് തരാം, വെറും മൊബൈൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു പൈസ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, അവരുടെ ആ നിപ്പ് മാത്രമേ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൂ. എൻ്റെ അറിവനുസരിച്ച് മിനിമം ഒരു $1000 എന്ന് വെച്ചാൽ 80,000 റുപ്പീസ് ഡെയിലി ആ പെൺകുട്ടി ഉണ്ടാക്കുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ. അത് ഇവിടെയും ചെയ്യാം. നമ്മളിപ്പോൾ നമ്മളുടെ റിസോർട്ടിൽ അങ്ങനെ ഒരു പ്ലാൻ ഇത് ചെയ്തിട്ടുണ്ട്. വരുന്ന ആളുകൾ, നമ്മുടെ ഗസ്റ്റുകൾ, നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നത്, ആ സ്റ്റേ ചെയ്യാൻ വരുന്നവരോട് ഫാമിലികൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, അയ്യോ ചേട്ടാ ഒന്ന് ഫോട്ടോ എടുത്ത് തരും, ഒന്ന് ഫോട്ടോ എടുത്ത് തരുന്ന ഒരാളെ വിട്ടു കൊടുക്കുക, നിങ്ങൾക്ക് ഇത്ര ഫോട്ടോസ് എടുത്ത് തരും, ഇത്ര റീൽസ് എടുത്ത് തരും, ഇത്ര പൈസ. ആൾ കൊടുക്കുമോ? ഒരാളെ അവർ വിട്ടു കൊടുക്കുക. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ പൈസയുടെ ആവശ്യമില്ല. പൈസ മുടക്കി ബിസിനസ് ചെയ്യണവൻ പൊട്ടനാ. പോ പൈസ മുടക്കാതെ ബിസിനസ് ചെയ്യണവനാണ് മിടുക്കൻ. പല ടൈപ്പ് ബിസിനസ്. ഇപ്പോൾ ഞാൻ പുതിയൊരു ടൈപ്പ് ബിസിനസ്സിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്, ഫാം ടൂറിസം. അവിടെ കേരള ഫാം എന്ന് പറഞ്ഞിട്ട് ഒരു ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ വന്ന് താമസിക്കുന്നവരൊക്കെ അവിടെ ഫാം വിസിറ്റിന് പോകും. അപ്പോൾ അവരിവിടെ ഫാമിലേക്ക് വരും. അവിടെ നമ്മൾ ആയുർവേദിക് മെഡിസിനൽ പ്ലാന്റ്സ്, സ്പൈസസ് അതൊക്കെ അവർക്ക് കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഗൈഡുമാരുണ്ട്, എല്ലാ ലാംഗ്വേജ് സംസാരിക്കണവരുണ്ട്,
അവർ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇന്നതിൻ്റെ ഇപ്പോൾ അലവേരയ്ക്ക് ഇന്നതാണ് ഗുണം, ഇന്നതാണ് കേസ്, ഇത് സ്പൈസസ് ആണ്, അപ്പോൾ ഓരോന്നും പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എൻഡ് ചെയ്യണത് ഇതിൻ്റെ ഷോപ്പുകളിൽ, ആയുർവേദിക് മരുന്നുകളുടെ ഷോപ്പുകളിൽ. അപ്പോൾ അവിടെ ഇത് കണ്ടോ, ഇത് അലവേര ഉപയോഗിച്ചിട്ടുള്ള ഇന്ന സാധനമാണ്, ഇത് ഇന്നത് മാറും, ഇന്നത് ചെയ്യും, ഇന്നത് അങ്ങനെയാണ് മറ്റേതിന് നിങ്ങൾക്ക് കുറച്ച് ഷുഗറില്ലേ, ആ ഷുഗർ മാറാനായിട്ട് ഇത് കഴിച്ചാൽ മതി, ആ സാധനം സെയിൽ ചെയ്യുക. അതൊരു വലിയ ബിസിനസ്സാണ്. ആൾക്ക് അറിയില്ല ഇത് എന്താണെന്നുള്ളത്, മനസ്സിലായോ? അപ്പോൾ പല രാജ്യങ്ങളിലും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രീലങ്കയിലും തായ്ലൻഡിലും മലേഷ്യയിലും ഒക്കെ ഇത് വലിയ ബിസിനസ്സാണ്. ഒരുത്തം വിജയിച്ചു, അപ്പോൾ അതിൻ്റെ പിന്നാലെ വേറെ 10 ആൾ ചാടി. അതിലൊരു കഥയില്ല. പിന്നെ അവർ സർവൈവ് ചെയ്യാനായിട്ട് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയിലും അതുപോലെ തന്നെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും മാറിക്കൊണ്ടിരിക്കണം. പ്രോഡക്ട്സിൻ്റെ എണ്ണം കൂട്ടുക, റേഞ്ച് മാറ്റുക, ഇനി അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഷോപ്പുകളാക്കുക. അങ്ങനെയൊക്കെയാണ് മാറി 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 പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും ഇതിൽ പറയാം, എന്താ പറയുക, നോക്കിയ എന്ന് പറഞ്ഞത് മൊബൈലാണ് നമുക്കറിയണ നോക്കിയ ശരിക്കും ആദ്യം ജപ്പാനിൽ സൂപ്പർ മാർക്കറ്റായിരുന്നു അവർക്ക് പണി. അവരുടെ പണി അതായിരുന്നില്ല, അവർ അപ്ഗ്രേഡ് ചെയ്തതിലേക്ക് പോയി. സാംസങ് എന്ന് പറയണത് എന്തോ എനിക്കാണോ പെന്നോ അങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു, അതിൽ നിന്നാണ് ഇതിലേക്ക് എത്തിയത്. അപ്പം നമ്മൾ തുടങ്ങിയത് എവിടെയാണ് എന്നുള്ളതല്ല അതിലെ വിഷയം, എവിടെ എത്തി എന്നുള്ളതാണ് വിഷയം. ചൊല്ലുണ്ട്, എന്താ വെച്ചാൽ നിങ്ങളൊരു പാവപ്പെട്ടവനായി ജനിച്ചതല്ല നിങ്ങളുടെ കുഴപ്പം, പക്ഷെ പാവപ്പെട്ടവനായി മരിച്ചു എന്നുള്ളത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. ജനിക്കുമ്പോ എങ്ങനെ വേണേ ജനിക്കാം, അല്ല ജനിക്കണം നിങ്ങൾക്ക്, അത് നിങ്ങളുടെ കുഴപ്പമല്ല. മനസ്സിലായ, ജനിച്ചത് ഏത് കുടുംബത്താണ് ജനിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ മരിക്കണത് നിങ്ങൾ പാവപ്പെട്ടവനായിട്ട് മരിക്കണോ, നല്ലൊരു മനുഷ്യനായിട്ട് മരിക്കണോ, ലോകം മുഴുവൻ കണ്ടു മരിക്കണോ, ബിസിനസ്സുകാരനായിട്ട് മരിക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രം ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. വൈ യു ഡിഡ്ന്റ് ഡിസൈഡ് ഇറ്റ്? അവിടെ ചെന്ന ദൈവം ചോദിക്കും, നീ എന്തിനോടേക്ക് പോകുന്നെന്ന് ചോദിക്കും. വിട്ടിട്ട് ഇത്ര വർഷം 10-50 വർഷം 10-70 വർഷം നീ ഇവിടെ എന്തിനത്? സത്യല്ലേ? നിങ്ങൾ എന്തിനാ പോന്നേ? അപ്പൊ അതിനെയാണ് പണ്ട് കാരണന്മാര് പറയാറ്, ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങോട്ട് പോന്നിട്ട് കാര്യമില്ല. ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു ട്രാവൽ ചെയ്യുന്ന ആളുകളുമായിട്ട് സംസാരിക്കണം, സമയം പോകുന്നത് അറിയില്ല. കാരണം അവരുടെ എക്സ്പീരിയൻസസ് അതുപോലെയാണ്, കാഴ്ചപ്പാടുകൾ അതുപോലെയാണ്. കാരണം ഒരൊറ്റ ആലുവയോ ഒരൊറ്റ എറണാകുളത്തെയോ അല്ലെങ്കിൽ ഒരൊറ്റ കേരളത്തെയോ അല്ല അവർ കാണുന്നത്, ലോകത്തെയാണ് കാണുന്നത്. സംസാരിക്കണം എന്നുള്ളതല്ല, ട്രാവൽ നമ്മൾ ചെയ്യണം. ഇപ്പൊ ട്രാവൽ എന്ന് പറയുമ്പോൾ എല്ലാവരും കണക്കാക്കണത് അയ്യോ ഞാൻ USA പോയി, യൂറോപ്പിൽ, അതല്ല ട്രാവല്. നിങ്ങളിപ്പോൾ എറണാകുളത്ത് മൂന്നാറിൽ പോയാലും, ഇവിടുന്ന് അതിരപ്പള്ളി പോയാലും, ഇവിടുന്ന് വെറും ഒരു ബീച്ചുള്ളടത്ത് പോയാലും, ആലുവ പുഴയുടെ തീരത്ത് വന്നിരുന്നാലും അതൊക്കെ ട്രാവലാണ്. എന്നും കാണാത്ത കാര്യങ്ങൾ, പുതുതായിട്ട് കാണുന്ന എന്തും അത് ട്രാവൽ റിലേറ്റഡ് കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ ഒരു യാത്ര പോകണു, ആ ഒരു ബസ്സിലാണ് പോണത്, കാറിലാണ് പോണത്, ആ കാണുന്ന കാര്യങ്ങളൊക്കെ പുതിയ കാര്യങ്ങളാണ്. മനസ്സിലായി? അപ്പോൾ യാത്ര എന്ന് പറയുമ്പോൾ പലപ്പോഴും തോന്നുന്നത്, ആളുകൾക്ക് തോന്നും എന്താ പറയുക, അത് പൈസയുള്ളവൻ്റെ അല്ല. നിങ്ങളൊരു ചെറിയ യാത്ര പോകും. ഞാൻ എപ്പോഴും ആളോട് പറയണതാണ്, നമ്മളൊരു കാര്യം വേണമെന്ന് തീരുമാനിച്ചാൽ അന്ന് ചെയ്യുക, അപ്പം ചെയ്യുക. നാളെ ഞാനുണ്ടാവും നിങ്ങളുണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായി? നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുന്നിടത്ത് സന്തോഷം കൊടുക്കുക. മരിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ റീത്ത് കൊണ്ട് വെക്കണതല്ല സന്തോഷം. ആളുകൾ ഇപ്പോഴും കാണുന്നത് ഞാനാണ് ഏറ്റവും വലിയ റീത്ത് വെച്ചത്, ഞാനാണ് ഏറ്റവും വലിയ കല്ലറ പണിതതെന്നാണ്. അതിലൊരു സന്തോഷം കിട്ടാനില്ല. അയാൾ ജീവിച്ചിരുന്നപ്പോൾ ഒരു പൂവായിട്ട് നിങ്ങൾ അവരുടെ മുന്നിൽ ചെന്നിരുന്നെങ്കിൽ ആ ഒരു സെക്കൻഡിൽ അവർക്ക് കിട്ടുന്ന സന്തോഷം ആണ് സന്തോഷം. അത് ശരിയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പൂവായിട്ട് ചെല്ലും. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരു റോസാപ്പൂ പോലും റോസാപ്പൂ വേണ്ട, ഒരു ചിരി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? അതുപോലെ തന്നെ പലപ്പോഴും എനിക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം, നമ്മൾ റോട്ടിൽ കൂടെ നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോവുക, ചിരിക്കുന്ന മുഖങ്ങൾ നിങ്ങളൊന്നും അന്വേഷിച്ച് നോക്കി. എവിടെ ചിരിക്കണ മുകളിൽ ഒരു ചിരി ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ കാണിച്ചാൽ നിങ്ങളും ഒരു ചെറിയ ചിരി ചിരിക്കും. അപ്പോൾ ആ ചിരിക്കാനുള്ള ഒരു സെക്കൻഡെങ്കിലും, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റിയാൽ ഓക്കെയാണ്. അത് ഇതിൽ മാത്രമല്ല, നിങ്ങൾ ചെയ്യണ ഓരോ വർക്കിലും. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ചെല്ലുകയാണ്, ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചെല്ലുകയാണ്, അവിടെ ഇരിക്കണ സപ്ലയർ ചിരിച്ചുകൊണ്ട് സാർ ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമായി. അല്ല, അവൻ മുഖത്ത് നോക്കാണ്ട് അങ്ങോട്ട് പോയി, നമ്മൾ കസേര വലിച്ചിട്ട് നമ്മളവിടെ ഇരുന്നു, അത് കഴിഞ്ഞ് അവൻ വന്നു എന്താണ്ടേ ചോദിച്ചാൽ നമുക്കൊരു സന്തോഷമുണ്ടോ? അവിടെ നിന്ന് കഴിക്കണ ചായ എത്ര നല്ല ചായ ആയാലും നമുക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യില്ല. മനസ്സിലായി? അപ്പോൾ ഇതിൽ പണ്ട് ആളുകൾ പറയാറുണ്ട്, നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതിൽ ഫുഡ് എന്നുള്ളതല്ലാതെ
സ്നേഹം കൂടി ചേർത്തുണ്ടാക്കണം. ചേർത്ത് കൊടുക്കും. ഒരു ഒരു അതിലാണ് ഇൻഗ്രീഡിയന്റ്. അത് വെരി ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് അത്. അതെ. ഹിഡൻ അപ്പോഴാണ് സ്പെഷ്യൽ അതെ ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പോഴാണ് ആ സാധനം ടേസ്റ്റ് ആവണം. ടേസ്റ്റ് ആണ്. മനസ്സിലായോ? നിങ്ങൾ എത്ര നല്ല ഷെഫ്, എത്ര നല്ല സാധനം, എത്ര നന്നായിട്ട് പ്രസന്റ് ചെയ്തു, നിങ്ങളുടെ തരണത് നിങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഇട്ട് തന്നാൽ നിങ്ങൾക്ക് അപ്പം തൊട്ടേ നമ്മളുടെ മനസ്സ് റീഡ് ചെയ്യണത് ഇതിലെന്താ കുഴപ്പമെന്ന് കാണാനാ. അതെ. അതിൽ നല്ലത് മനസ്സിലായോ? പക്ഷെ അത് കാണാനല്ല. നന്നായിട്ട് നിങ്ങളുടെ അടുത്ത് ചിരിച്ച് വന്ന് തന്നു കഴിഞ്ഞാൽ അപ്പം തൊട്ടും നമ്മുടെ മനസ്സ് അങ്ങനെയാണ് എപ്പോഴും. നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് ട്യൂൺ ചെയ്ത് നമ്മൾ നേരത്തെ വെച്ചേക്കുന്നത്. പറഞ്ഞതുപോലെ ഒരാളുടെ ഒരു അപ്രിസിയേഷനോ പാമ്പറിങ്ങോ സ്മൈലോ ഒക്കെ നമ്മൾ സത്യമായിട്ടാണ്. ഒരുപാട് എക്സ്പെക്ട് അപ്പം ചെയ്യുന്നുണ്ട്. തൊട്ട് നമ്മൾ ഇത് വർക്ക് ചെയ്ത് തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഈ ഇന്റർനാഷണൽ ഫുട്ബോൾ മാച്ചുകളൊക്കെ കഴിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ വലിയ ഫുട്ബോൾ പ്ലെയേഴ്സ് അവർ വെള്ളം ഇങ്ങനെയുള്ള കുപ്പികളിൽ ഇങ്ങനെ കുടിക്കുകയല്ല ചെയ്യുക, ഇങ്ങനെ ചീറ്റിക്കണുണ്ട്. ചീറ്റിച്ചിട്ടാണ് വെള്ളം വായിലേക്ക് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ആ വെള്ളം തുപ്പിക്കളയണതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധിച്ചു നോക്കിക്കോ ഇനി മാച്ച് കാണുമ്പോൾ. അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. ഈ വായിലേക്ക് വെള്ളം ചീറ്റിച്ചില്ലേ, ചീറ്റിച്ചപ്പോൾ ബ്രെയിനിന് മനസ്സിലായി വെള്ളം കിട്ടിയെന്ന്. അപ്പോൾ ബ്രെയിൻ ഓൾറെഡി റീഡ് ചെയ്തു എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടി എന്നുള്ളത്. അത് കഴിഞ്ഞ് അവൻ തുപ്പിക്കളഞ്ഞു. അത് ബ്രെയിൻ റീഡ് ചെയ്യണില്ല. അപ്പോൾ എന്തുണ്ടായി, അവൻ്റെ ബോഡി വെയിറ്റ് കൂടണില്ല, വയറ്റിൽ ഒന്നും വന്നിട്ടില്ല, പക്ഷെ ആ എനർജി ബ്രെയിന് കിട്ടി. ബ്രെയിന് കൊടുത്തു. അതെ. അപ്പോൾ ഈ ബ്രെയിനെ ചീറ്റിംഗ് എന്ന് പറയണത് അതൊരു പുതിയ ടെക്നിക്കാണ്. മറ്റേ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ട പുതിയ ചില വാക്കുകൾ, ബയോ ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല വാക്കുകൾ. ഈ ബ്രെയിനെ ചീറ്റ് ചെയ്യണ ഒരു പരിപാടിയാണത്. അപ്പോൾ ബ്രെയിന് ഇന്നത് നമ്മൾ ചെയ്തു എന്ന് തെറ്റിദ്ധരിപ്പിക്കുക. ഈ നമ്മൾ സാധാരണ പറയില്ലേ, ഞാൻ വലിയ ഡ്രീമുകൾ കാണുന്ന ആളാണ്, ഞാൻ ഡെയിലി മറ്റേ എന്താ പറയുക കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് എന്നെ കൊണ്ട് കഴിയുമെന്ന് ഈ കഴിയും എന്നുള്ളത് 10 പ്രാവശ്യം പറയുമ്പോൾ ബ്രെയിൻ അത് റീഡ് ചെയ്യും. അപ്പോൾ ആ കഴിയാൻ വേണ്ടിയിട്ട് ബ്രെയിൻ അതിന് വേണ്ടി വർക്ക് ചെയ്യും. മനസ്സിലായോ? അല്ലാതെ അതിൻ്റെ ടെക്നിക്ക് അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. മനസ്സിലായോ? അല്ലാതെ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ ബ്രെയിൻ അത് റീഡ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ എന്തോരം പഠിച്ചാലും എന്നെ കൊണ്ട് അത് കഴിയില്ല. ഇപ്പം എനിക്ക് വെള്ളം കണ്ടാൽ പേടിയാണ് എന്ന് ഞാനൊരു 4 പ്രാവശ്യം 5 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്രെയിൻ അത് റീഡ് ചെയ്തു, വെള്ളം കണ്ടാൽ എനിക്ക് പേടിയായി. അല്ലാതെ ഒന്നുമില്ല. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ചെറുപ്പത്തിലെ പലരും മക്കളെ, ഇപ്പോൾ അതിൽ ചെറിയ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മക്കൾ ഇവിടെ ഓടിക്കളിക്കുന്നു, കല്ലിലാണ്, വീണു. അപ്പനും അമ്മയും അപ്പനും അമ്മാമ്മയും കൂടി അതിൻ്റെ മുകളിൽ കൂടെ ചെന്ന് അയ്യോ മോനെ എന്താണ്. നിങ്ങൾ വേറെ രാജ്യങ്ങളിൽ നോക്ക്, അവൻ വീണിട്ടുണ്ടാവും, എനിക്ക് വന്നിട്ടുണ്ടാവും, ഒരു പ്രശ്നമില്ല. അവൻ നാളെയും വീഴും, നാളെയും എനിക്ക് വരും. ഇപ്പം നമ്മുടെ മക്കൾക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വീണ സമയത്ത് അവൻ അപ്പനമ്മേനെ നോക്കുകയാണ് കൂടെ വന്ന് കരയാനായിട്ട്. അതെ. അപ്പോൾ ഇത് ഒരു മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണതാണ്. നമ്മുടെ ഹാപ്പിനെസ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളും. നമ്മുടെ പിഷാരടിയാന്ന് തോന്നുന്നു ഒരു ഇതിൽ പറഞ്ഞു, നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കേണ്ട സാധനമാണ്. അല്ലാണ്ട് പുറത്തുനിന്ന് ഒരാൾ കൊണ്ടുവന്ന് തന്നെ 2 ചായ എന്ന് പറഞ്ഞ തന്നെ മാതിരി ഉണ്ടാക്കേണ്ട സാധനമല്ല. മനസ്സിലായ? നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണോ വേണ്ടത്. പിന്നെ വേറൊരു കാര്യം മനസ്സിലാകണമെന്ന് വെച്ചാൽ, ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക, നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്നത് 90% നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അവൻ നോക്കുമെന്ന് വിചാരിച്ച് നമ്മൾ വലിയൊരു വീട് പണിതു, അവൻ നോക്കുമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് വീട് പെയിൻറ്റ് ചെയ്ത് വെച്ചു, അകത്ത് അഴുക്കിൻ്റെ കൂടാരാ. അല്ലേ? നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ പലപ്പോഴും പുറം രാജ്യങ്ങളിൽ യാത്ര ചെയ്താൽ, ഈവൻ വേണ്ട നോർത്തിൽ പോയാൽ വീടിൻ്റെ പുറം പ്ലാസ്റ്റർ പോലും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ വീടിൻ്റെ അകം സൂപ്പറായിരിക്കും. ശരിക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തെ വളരെ സിമ്പിളായിട്ട് പറയാണ്. കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും, എസ്പെഷ്യലി മലയാളി. കാരണം സമൂഹത്തിനോട് ഭയങ്കരമായ ഒരു പ്രതിബദ്ധതയുണ്ട് നമുക്ക്. അവൻ ഒറ്റൊരു പേടിക്കുന്നു സമൂഹത്തെ. അതിന് വേറൊരു കാരണമുണ്ട്. എന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സമൂഹം നീ എന്തായിരിക്കണം എന്ന് എക്സ്പെക്ട് ചെയ്യണ ചില കാര്യങ്ങളുണ്ട്. അവൻ കല്യാണം കഴിഞ്ഞു, അവൻ ഡൈവോഴ്സായി, അവൻ്റെ പണി പോയി, അവനെ അവിടുന്ന് പറഞ്ഞു വിട്ടു, ഇതൊക്കെയാണ് സമൂഹം എക്സ്പെക്ട് ചെയ്യണ കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സമൂഹം നിങ്ങളുടെ ശത്രുവാണ്. അത് നിങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കുക. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹം എക്സ്പെക്ട് ചെയ്യണ കാര്യങ്ങളല്ല എനിക്ക് വേണ്ടത്. എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വേറെ ആൾക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചാൽ സമൂഹം നമുക്കൊന്നുമില്ല.
എനിവേസ് താങ്ക് യു സോ മച്ച് സർ. Thank you, താങ്ക് യു. thank you. ഇനി എനിക്ക് തോന്നുന്നു ഒരുപാട് ഇതുപോലെ നമുക്ക് സംസാരിക്കാൻ സാധിക്കട്ടെ, വാല്യൂസ് കൈമാറാൻ സാധിക്കട്ടെ, ഒരുപാട് യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.